തന്നെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4, 5, 6 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സസ് 4-6. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 3, 4 മുതൽ താഴേക്ക് ശബ്ദം ഉയർത്തി എല്ലാവരും വായിച്ചാട്ടെ. എങ്കിലും ഉടുപ്പ് മലിനമാകാതെ കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവർ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുൻപിലും അവൻ്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവർ എന്ന സീരീസിൽ നിന്ന് 5-ാമത്തെ ദൂതിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് പകൽക്കാലം നാം തിരിച്ചിരിക്കുന്നത്. സ്തോത്രം. സർദീസ് സഭയിൽ ജയിക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? 4 കാര്യങ്ങൾ ഓടിച്ച് ഇന്ന് പകൽ വേഗത്തിൽ പറയട്ടെ. തിരുവചനം പറയുന്നു, സ്തോത്രം, അതെ, വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവർ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ദീപപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയത്തില്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുൻപിലും അവൻ്റെ പേർ ഏറ്റ് പറയും. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദയവായി ദൈവസന്നിധിയിലിരുന്നാട്ടെ. തോൽക്കാനായി ദൈവം നമ്മെ വിളിച്ചിട്ടില്ല, പകരം ജയിപ്പാനായി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. സർദീസ് എന്നറിയപ്പെടുന്നതായ ആ പട്ടണത്തിലുണ്ടായിരുന്നതായ ദൈവത്തിൻ്റെ സഭയ്ക്കാണല്ലോ ഈ ദൂത് വെളിപ്പാട് 3:1 മുതൽ 6 വരെ എഴുതുന്നത്. സർദീസ് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ അവശിഷ്ടം ഇന്നുമുണ്ട്. 2015 ഒക്ടോബർ മാസത്തിൽ സർദീസ് പട്ടണത്തിൽ സ്തോത്രം, അതേ, ചിലരുമായി കടന്നു പോകുവാൻ ദൈവം നൽകിയ നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. നല്ലൊരു മല സർദീസിലുണ്ട്. ആ മലയുടെ താഴ്വരയോട് ചേർന്നാണ് സർദീസ് പട്ടണവും സർദീസ് പട്ടണത്തിൻ്റെ ആ സഭയുടെ അവശിഷ്ടമുള്ളത്. അവിടെ വലിയ ഒരു പള്ളിയുടെ ഫൗണ്ടേഷനും ചില തൂണുകളും അത്രേ കാണുവാൻ തക്കോണം കഴിയുന്നത്. കോൺസ്റ്റന്റൈൻ, കുസ്തന്തീനോസ് എന്ന ചക്രവർത്തി ദൈവസന്നിധിയിലേക്ക് ഇതാ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് ഹെലൻ ദൈവസഭയുടെ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും പോയി സഭകളെ പണിയുകയുണ്ടായി, അല്ലെങ്കിൽ സഭാ മന്ദിരങ്ങളെ പണിയുകയുണ്ടായി. യേശുവിന് ജനിച്ചതായ സ്ഥലം ബെത്ലഹേമിൽ പൊളിക്കപ്പെടാത്ത ഒരു പള്ളിയുണ്ട്. ഭൂരിപക്ഷം ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള പള്ളികളും പൊളിക്കപ്പെട്ടു. കർത്താവ് യേശു ജനിച്ച് മരിച്ച് അടക്കപ്പെട്ടു എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഒരു പള്ളിയുണ്ട്. അങ്ങനെ ആദിമ നൂറ്റാണ്ടിൽ വലിയ ഒരു സ്തോത്രം സഭ നിലനിന്നിരുന്നതായ ഒരു സ്ഥലമായിരുന്നു സർദീസ്. ആയിരക്കണക്കിന് വിശ്വാസികൾ സർദീസ് സഭയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഗൈഡ് പറയും, ആ മലയിൽ വലിയ ഒരു പേഗൻ ടെമ്പിൾ, വലിയൊരു അന്യദേവീ ക്ഷേത്രമുണ്ടായിരുന്നു. അന്യദേവതയുടെ വലിയൊരു ക്ഷേത്രം സർദീസിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ ദൈവസഭ കടന്നു വന്നപ്പോൾ ആ ക്ഷേത്രം പൊളിക്കപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് ദൈവസഭ വന്നപ്പോൾ ആ ക്ഷേത്രം പൊളിക്കപ്പെട്ടത്? കേൾക്കണമേ. ഇന്നും ഇത് പൊങ്കാലപ്പട്ടണമല്ല, ഇത് ആരാധന പട്ടണമെന്ന് മാർച്ച് മാസം 2-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. 2 ആപ്പീസ് ഒരുമിച്ച് നിൽക്കത്തില്ല. ഇസഹാക്കിൻ്റെ മുൻപിൽ ഇസ്മായിലിന് ഒരിക്കലും നിലനിൽപ്പാൻ കഴിയത്തേയില്ല. ദൈവത്തിൻ്റെ പെട്ടകത്തിന് മുൻപിൽ ദാഗോന് ഒരിക്കലും നിൽക്കുവാൻ കഴിയത്തില്ല. ഇതുപോലെ സർദീസ് പട്ടണത്തിൽ ആയിരക്കണക്കിന് ജനം രക്ഷിക്കപ്പെട്ട ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായ അന്യാരാധന കേന്ദ്രം അടയ്ക്കപ്പെട്ടിട്ട് സ്തോത്രം ആയിരങ്ങൾ ഇതാ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയുണ്ടായി. സർദീസ് എന്ന പട്ടണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സർദീസ് എന്ന പദത്തിന് അർത്ഥം ദ പ്രിൻസ് ഓഫ് ജോയ് എന്നാണ്. സ്തോത്രം. സന്തോഷത്തിൻ്റെ ഒരു രാജകുമാരൻ, സന്തോഷത്തിൻ്റെ രാജകുമാരൻ എന്നാണ് സർദീസ് എന്ന പട്ടണത്തിൻ്റെ സ്തോത്രം പേര്. പക്ഷേ സർദീസ് എന്ന ആ പട്ടണത്തിലുള്ള ദൈവസഭയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, ഇറ്റ്സ് എ ഡെഡ് ചർച്ച്, അതൊരു ചത്ത സഭ എന്നാണ്. സ്തോത്രം. അതെ, 3-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുന്ന
ശക്തീകരിക്കുക എന്നാണ് സ്തോത്രം. അതെ, ആ സഭയെ നോക്കി കർത്താവ് ദൂത് പറയുന്നത്. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഈ ദിവസം സന്തോഷിപ്പാൻ വകയില്ലാതെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകൾ സാഹചര്യങ്ങളും സാത്താനും കൊന്ന് വച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, അടക്കാരാധനകളെ ക്യാൻസൽ ചെയ്യുന്നവനാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കർത്താവ്. അടക്ക ആരാധനകളെ ക്യാൻസൽ ചെയ്യുന്നവനാണ് കർത്താവ്. ആരും മിണ്ടുന്നില്ല. അടക്ക ആരാധനകളെ ക്യാൻസൽ ചെയ്യുന്നവനാണ് കർത്താവ്. സന്തോഷിപ്പാൻ വകയില്ലാതെ വണ്ണം ഏതെങ്കിലും ചാവാറായ ശേഷിപ്പുകളായി തീർന്നിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ വിദ്യാഭ്യാസം, ആ ഭാവി, ആ നന്മ, ആ നല്ല കുടുംബം അതൊരിക്കലും തകർന്ന് തരിപ്പണമായി പോകത്തില്ല. പിശാച് അടക്കമെന്ന് പറയുന്നതിനെ അവൻ ക്യാൻസൽ ചെയ്യും. കാരണം തിരുവചനം പറയുന്നു, യായിറോസിനോട് ചോദിച്ചാൽ യായിറോസ് പറയും, എൻ്റെ കൊച്ചിൻ്റെ അടക്കത്തെ കർത്താവ് ക്യാൻസൽ ചെയ്തു. സ്തോത്രം. നയിലെ വിധവ വന്നിട്ടുണ്ടെങ്കിൽ പറയും, എൻ്റെ വീട്ടിലെ അടക്കാരാധന യേശു ക്യാൻസൽ ചെയ്തു. ബഥാനിയിൽ നിന്ന് മറിയയും മാർത്തയും വന്നിട്ടുണ്ടെങ്കിൽ അവരും പറയും, അടക്കാരാധനയെ കർത്താവ് ക്യാൻസൽ ചെയ്തു. അതന്ന് മാത്രമല്ല, ഇന്നും നടക്കുന്നു, എന്നും നടന്നുകൊണ്ടേ ഇരിക്കും. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനത്രേ. 2004 സ്തോത്രം. അതെ, ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂരിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി കടന്നു പോകുമ്പോൾ സ്തോത്രം, ഇന്ത്യ കണ്ടതിൽ സയൻസ് ആൻഡ് വണ്ടേഴ്സിൽ, അത്ഭുതങ്ങളിൽ വീര്യപ്രവൃത്തികൾ ഏറ്റവും ശക്തമായി ദൈവം പ്രയോജനപ്പെടുത്തിയ ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ P.S. സാമുവൽ ഒരനുഭവം ഇപ്രകാരം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, വർഷങ്ങൾക്ക് മുമ്പ്, ഇത് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ല, നേരിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചില കിലോമീറ്റർ ആന്ധ്രയിൽ സഞ്ചരിപ്പാൻ ദൈവം എനിക്ക് പ്രേരണ നൽകി. സഭകളിൽ ശുശ്രൂഷിച്ച് ഞാനിത് കടന്നു പോകുമ്പോൾ ഒരു ദിവസം ആത്മപ്രേരണയാൽ ഒരു ഗ്രാമത്തിലേക്ക് ഞാൻ കടന്നുപോയി. അവിടെ ഇതാ ഒരു ബ്രാഹ്മൺ കുട്ടി, 12 വയസ്സോളം പ്രായമുള്ള ആ കുഞ്ഞിതാ മരിച്ചു കിടക്കുകയാണ്. ക്രിമിനേഷൻ ഗ്രൗണ്ടിലേക്ക്, സ്തോത്രം, ആ മൃതദേഹം ദഹിപ്പിക്കുന്ന ചുടുകാടിലേക്ക് ആ കുഞ്ഞിനെ എടുക്കാൻ നേരമായി. കർത്താവ് എന്നോട് ഇപ്രകാരം പറഞ്ഞു, നീ അവിടെ പോയിട്ട് ഒറ്റ വാക്ക് ചോദിക്കണം, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. അയ്യോ കർത്താവേ, ബ്രാഹ്മണ സമുദായമാണ്. കർത്താവ് പറഞ്ഞു, എനിക്ക് പ്രവർത്തിപ്പാൻ ഒരു വ്യക്തിയെ വേണം. കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ വിശ്വാസത്തിൻ്റെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു പങ്കാളിയെ വേണം. അവൻ്റെ പേരാണ് വിശ്വാസവീരൻ. ഈ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കട്ടെ എന്ന് മാത്രം ചോദിച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഈ ദൈവത്തിൻ്റെ ദാസൻ അവിടെ കടന്നുപോയി. അവരുടെ മന്ത്രാചരണങ്ങളൊക്കെ സ്തോത്രം അല്പം ഒന്ന് മാന്തിച്ചപ്പോൾ അദ്ദേഹം അറച്ചറച്ച് ചോദിച്ചു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അവർ പറഞ്ഞു, ഓക്കെ, പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനായിരുന്നു ടെൻഷൻ, അവർക്ക് ഒന്നും ടെൻഷൻ ഇല്ല. ഇദ്ദേഹം വന്ന് സ്തോത്രം, അതെ, പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു കുഞ്ഞു പ്രാർത്ഥന പ്രാർത്ഥിച്ച് അദ്ദേഹം കണ്ണു തുറന്നു. ആ മരിച്ചു കിടന്നതായ കുട്ടിയും കണ്ണു തുറന്നു. സ്തോത്രം. അദ്ദേഹം ദൈവദാസൻ പാസ്റ്റർ P.S. സാമുവൽ കണ്ണു തുറന്നു. ആ കുഞ്ഞും കണ്ണു തുറന്നു. അതുകൊണ്ട് മനസ്സിലാക്കണം, 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ആ പരിപാടി നിർത്തിയിട്ടില്ല. തിരുവനന്തപുരത്തിൻ്റെ തെരുവിൽ, നിന്റെ വീട്ടിൽ ഇന്നും സ്തോത്രം പുനരുദ്ധാനവും ജീവനുമാകുന്നതായ കർത്താവ് അവൻ ചലിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നും കർത്താവ് ചലിക്കുന്നു. അടക്കാരാധനകളെ ക്യാൻസൽ ചെയ്യുന്ന ദൈവത്തെ കരങ്ങളെ അടിച്ച് സ്തോത്രം ചെയ്താട്ടെ. ചത്തിരിക്കുന്ന സ്വപ്നങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. മരിച്ചുപോയി എന്ന് പറയുന്ന ദർശനങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. ഇനി സംഭവിക്കത്തില്ലെന്ന് പറയുന്നതായ കാര്യാദികൾ യേശുവിൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. കാരണം നിങ്ങൾ തോറ്റവരല്ല, നിങ്ങൾ ജയത്തിന് അടയാളമായി നിൽക്കുന്നവരത്രേ, നിങ്ങൾ ജയിക്കുന്നവരത്രേ. അടുത്തിരിക്കുന്നവർക്ക് ഹൈ ഫൈ കൊടുത്ത് പറ, ജയിപ്പാനായി വിളിച്ചിരിക്കുന്നു. പറഞ്ഞാട്ടെ, ജയിപ്പാനായി വിളിച്ചിരിക്കുന്നു. ജയിക്കുന്നവന്റെ 4 പ്രത്യേകതയാണ് പ്രസ്തുത വേദഭാഗത്തിൽ കാണുന്നത്. നമ്പർ 1, ഞാൻ അവരോടുകൂടെ സഞ്ചരിക്കും. വെള്ളയുടുപ്പ് ധരിച്ചിരിക്കുന്ന ആ വിശ്വാസിയെ നോക്കി കർത്താവ് പറയുകയാണ്, ഞാൻ അവരോട് കൂടെ സഞ്ചരിക്കും, ഞാൻ അവരോട് കൂടെ ഇരിക്കും. 3-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടെ ആ വേദഭാഗം ഞാൻ നിങ്ങൾക്കായി വായിക്കട്ടെ. സ്തോത്രം. അവർ യോഗ്യന്മാരാകിയാൽ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, എന്നോടുകൂടെ നടക്കും. 1-ാമത്തെ പ്രധാനം, നീ ദൈവത്തോടു കൂടെ നടക്കുമെന്ന്. ജയിക്കുന്നവനാണോ? നിനക്ക് ഒറ്റയ്ക്കിരിക്കാൻ കഴിയത്തില്ല. ഐ ആം ലോൺലി, ഞാൻ ഒറ്റപ്പെട്ടു, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എന്നാർക്കും പറയാൻ കഴിയത്തില്ല. സ്തോത്രം. മനസ്സിലാക്കണം, ഒരിക്കലും നീ വിട്ടാലും നിന്നെ വിടാത്തവനായ കർത്താവ് അവൻ നിന്നോട് കൂടെ ഇരിക്കും. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അതൊരു കൂട്ടായ്മയാണ്. ആത്മീയ ജീവിതത്തിൽ നിനക്ക് ആധാരമായിരിക്കുന്ന ബൈബിൾ കൂട്ടായ്മയുടെ പുസ്തകമാണ്. അതിൽ പഴയ നിയമവുമുണ്ട്, പുതിയ നിയമവുമുണ്ട്. കൂട്ടായ്മയുടെ പുസ്തകം. തൃത്വത്തിൽ തന്നെ നീ സ്നാനപ്പെട്ട തൃത്വനാമത്തിൽ ഒരു കൂട്ടായ്മയുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. തൃത്വത്തിലും ഒരു കൂട്ടായ്മയുണ്ട്. വേദപുസ്തകത്തിന് ആരംഭം
മുതൽ അവസാനം വരെ കൂട്ടായ്മയും സ്തോത്രം അതേ ദൈവജനത്തോടെ കർത്താവ് കൂടെ ഇരുന്നതിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ വെയിലാറുന്ന സമയത്ത് ഏദേൻ തോട്ടത്തിന് ആദാമിനോടും ഹവ്വയോടും ദൈവമായ കർത്താവ് ഇറങ്ങി വന്ന് കൂടെയിരുന്നു. ഉൽപ്പത്തി 5:21 മുതൽ താഴേക്ക് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അങ്ങേയറ്റത്ത് ഉൽപ്പത്തിയിൽ ജീവിച്ചിരുന്നവൻ ഇങ്ങേയറ്റത്ത് വെളിപ്പാടിൽ ന്യായവിധി വരെ അവൻ കാണുകയുണ്ടായി. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, 2017 മാർച്ച് മാസത്തിൽ നീ കർത്താവിനോട് കൂടെ നടക്കുന്നവനെങ്കിൽ, ഏത് ഉൽപ്പത്തിയിൽ നീ ആണെങ്കിലും ഏത് അറ്റത്താണെങ്കിലും, നീ അറ്റം കൊണ്ട് തീർന്നു പോകത്തില്ല. നീ മാക്സിമം കണ്ടിട്ട് മാത്രമേ, മാക്സിമം ചെയ്തിട്ട് മാത്രമേ നിനക്ക് ഈ ലോകത്ത് നിന്ന് പോകുവാൻ കഴിയത്തുള്ളൂ. കാരണം നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഉൽപ്പത്തി 6:9 നോഹ ദൈവത്തോട് കൂടെ സഞ്ചരിച്ചു. നോഹ ദൈവത്തോട് കൂടെ സഞ്ചരിച്ചപ്പോൾ ആ തലമുറയിൽ എല്ലാവരും തൊലഞ്ഞു, എല്ലാവരും തകർന്നു. പക്ഷേ നോഹയും അവന്റെ കുടുംബവും മാത്രം രക്ഷപ്പെട്ടു. നിന്റെ കൂടെ തുടങ്ങിയവരും കൂടെ നടന്നവരുമായ ആരൊക്കെ തകർന്നു പോയാലും യേശുവിന്റെ നാമത്തിൽ നിന്നെ തകർക്കുവാൻ, നിന്നെ ഉടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം നീ ഒറ്റയ്ക്കല്ല. ഇമ്മാനുവേലിന്റെ ചിറകിന് കീഴിലത്രേ ദൈവത്തിന്റെ കൃപയാൽ നീ വസിക്കുന്നത്. അതെ, സ്തോത്രം. അതുകൊണ്ട് ചത്തുപോയി എന്നാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ആ ദുഃഖങ്ങൾ വിട്ടുമാറട്ടെ. പകരം ദൈവം ജീവിപ്പിക്കുന്നവനത്രേ. കാരണം ദൈവം ദുഃഖത്തിന്റെ ദൈവമല്ല, ദൈവം സന്തോഷത്തിന്റെ ദൈവം. സങ്കീർത്തനം 16:11 അവന്റെ സന്നിധികൾ സന്തോഷ പരിപൂർണതയും അവന്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. There is fullness of joy in the presence of God. നമ്മുടെ ദൈവം നിന്നെ കരയിപ്പിക്കുന്നവനല്ല, നിന്നെ തകർക്കുന്നവനല്ല. അവൻ നിന്റെ ഇരട്ടിനെ മാറ്റി അവൻ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്നവനാണ്. കഴിഞ്ഞ സന്ധ്യയിൽ ഇരുട്ട് വന്നു, പക്ഷേ ആ ഇരുട്ട് നീണ്ടു നിന്നില്ല. പുലർക്കാലത്ത് ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചപ്പോൾ ഇരുട്ട് ഓടിപ്പോയതുപോലെ സങ്കീർത്തനം 35 പറയുന്നു, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന രാപാർക്കും ഉഷസിലോ ആനന്ദഘോഷമുണ്ട്. എന്നും കരച്ചിലും ഫ്രസ്ട്രേഷനും നിരാശയും തകർച്ചയുമല്ല, എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. പരിശുദ്ധ ആത്മാവിൽ നിന്ന് നിറയപ്പെട്ട് കഴിഞ്ഞാൽ ഗലാത്യർ 5:22-23 രണ്ടാമത്തെ ആത്മാവിന്റെ ഫലമായി സന്തോഷം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ദുഃഖം മാറട്ടെ, നിരാശ മാറട്ടെ, അനാവശ്യമായ വിലാപനങ്ങൾ വിട്ടുപോകട്ടെ. ഹേ നിരാശയുടെ ആത്മാവേ വിട്ടുമാറുക. ഹേ ഭാരങ്ങളെ മാറിപ്പോക. സ്തോത്രം. തീയിങ്കൽ മെഴുക് ഉരുകുന്നത് പോലെ സകല ഭാരവും ഇന്ന് പകൽ ഈ ജനത്തിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോകട്ടെ. കാരണം ദൈവം അവൻ സന്തോഷത്തിന്റെ ദൈവമത്രേ. സർദീസ് മീൻസ് ഇറ്റ്സ് എ പ്രിൻസ് ഓഫ് ജോയ്. സ്തോത്രം. അതേ വേദപുസ്തകം പറയുന്നു, ദൈവം അവരോട് കൂടെ നടക്കും. രണ്ടാമത് അവരുടെ പ്രത്യേകത കാണുന്നത്, ആ കൂടെ നടക്കുന്ന ആ വിശ്വാസി അവൻ ധരിച്ചിരിക്കുന്നതിനെ പോലെ നീലവസ്ത്രമല്ല, അവൻ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടത്രേ നടക്കുന്നത്. വെള്ളവസ്ത്രം. അടുത്തിരിക്കുന്നവരെ കളറിട്ടാലും കുഴപ്പമില്ല, തുറച്ചു നോക്കി പറഞ്ഞാട്ടെ, കണ്ണിൽ നോക്കി പറഞ്ഞാട്ടെ, വെള്ളവസ്ത്രം. പെട്ടെന്ന് പറഞ്ഞേ, വെള്ളവസ്ത്രം. സ്വർഗം തുറക്കുമ്പോൾ എല്ലാ സമയത്തും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് അത്രേ വെള്ളവസ്ത്രം. നമ്മൾ പാടാറുണ്ട്, വെണ്മവസ്ത്രം ധരിച്ചുയർത്ത്. അർത്ഥം സ്വർഗത്തില് കടന്നു പോകുന്നതായ ദൈവത്തിന്റെ ജനം കേൾക്കണമേ, സ്വർഗത്തിൽ പോകുന്നവരും വെള്ളയായിരിക്കും, സ്വർഗത്തിൽ ഉള്ളതും വെള്ളയായിരിക്കും, സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും പൊഴിഞ്ഞാലും വെള്ളയായിരിക്കും. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പാളയത്തിലേക്ക് ഇതാ മന്ന, സ്തോത്രം, അതേ പൊടിഞ്ഞു വീഴുകയാണ്. മന്ന, സ്തോത്രം, ഇതാ മഞ്ഞിൽ പാക്ക് ചെയ്ത് ശക്തന്മാരായ ദൂതന്മാരുടെ ഭക്ഷണമാക്കുന്ന മന്ന പൊടിയപ്പെട്ടപ്പോൾ വേദപുസ്തകം പറയുന്നു, that was color in white. അത് വെള്ള നിറത്തിൽ ഉള്ളത് ആയിരുന്നു. സ്തോത്രം. പുറപ്പാട് 16:31 ജനം ചോദിച്ചു, അത് എന്നാ? കാരണം അത് വെള്ള നിറത്തിലായിരുന്നു. സ്വർഗത്തിൽ നിന്ന് പൊടിയപ്പെട്ടത് മൾട്ടി കളർ അല്ല, സ്വർഗത്തിൽ പൊറിയപ്പെട്ടത് വെള്ള നിറത്തിൽ അത്രേ. അർത്ഥം സ്വർഗത്തിൽ വസിക്കുന്നവനായ കർത്താവ് വിശുദ്ധനത്രേ. ദൂതന്മാരെക്കാളും, സ്തോത്രം, അതേ സ്വർഗത്തെക്കാളും വിശുദ്ധനായ ദൈവം, സ്തോത്രം, അവൻ വിശുദ്ധനത്രേ. നാം വിശ്വസിക്കുന്ന കർത്താവ്, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, സ്തോത്രം, അശുദ്ധിയെ വെറുതെ വെള്ളയടിക്കുന്നവനല്ല, പകരം അവൻ വിശുദ്ധിയിൽ ജീവിപ്പാൻ എന്നെ നിന്നെ ബലപ്പെടുത്തുന്നവനത്രേ. ലേവ്യാപുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യത്തിൽ കർത്താവ്
ഇപ്രകാരം പറഞ്ഞു, ഞാൻ വിശുദ്ധൻ ആയിരിക്കയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിപ്പിൻ. സ്തോത്രം. കേൾക്കുന്ന നിങ്ങളും അതുപോലെ പ്രസംഗിക്കുന്ന ഞാനും ദൈവമായ കർത്താവ് പറയുന്നു, സ്തോത്രം, വിശുദ്ധൻ ആയിരിക്കെ. എങ്ങനെയാണ് വിശുദ്ധിയിൽ ജീവിപ്പാൻ തക്കോണം കഴിയുന്നത്? നിന്നെ കൊണ്ട് കഴിയുമോ? ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആദ്യമായി വന്നവർ ഉൾപ്പെടെ ഉള്ളവർ നോക്കി പറയട്ടെ, നിനക്കങ്ങ് വിശുദ്ധനാകാൻ പറ്റത്തില്ല. നിനക്കങ്ങ് വിശുദ്ധനാകാൻ പറ്റുമായിരുന്നെങ്കിൽ യേശു ഈ ലോകത്തിൽ വരത്തില്ല. കുഞ്ഞെ, നിന്നെ കൊണ്ട് ഇത് പൊക്കാൻ പറ്റത്തില്ലെങ്കിൽ തമ്പുരാൻ തന്റെ കൃപ തന്ന് നിന്നെ ഉയർത്തുകയാണ്. അർത്ഥം, പാപത്തെ ജയിച്ച് വിശുദ്ധിയിൽ ജീവിപ്പാൻ നിനക്ക് കഴിയത്തില്ലെങ്കിൽ നിന്റെ ഉള്ളിൽ ശക്തനായ പരിശുദ്ധാത്മാവ് വന്ന് ദൈവത്തിന്റെ വിലയേറിയ സാന്നിധ്യത്താൽ ദൈവകൃപയാൽ വിശുദ്ധിയിൽ ജീവിപ്പാൻ നിന്നെ ബലപ്പെടുത്തും. വേദപുസ്തകം പറയുന്നു, ദൈവം വിശുദ്ധിയിൽ നടത്തുവാൻ തക്കോണം അവൻ നിന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമത്രേ. പാർഷ്യലി നിങ്ങൾ കേട്ടിട്ടുണ്ട്, ടോട്ടലി കേട്ടിട്ടില്ല. കേൾക്ക്. ആണ്ടിൽ ഒരു ദിവസം മാത്രം, ആ ദിവസത്തിന്റെ പേരാണ് മഹാപാപ പരിഹാര ദിനം. എൻ്റെ മറ്റൊരു പേരാണ് യോം കിപ്പോർ. യോം കിപ്പോർ, മഹാപാപ പരിഹാര ദിനത്തിൽ പല കാര്യാദികൾ നടക്കുന്നുണ്ട്. ഒറ്റ കാര്യമല്ല നടക്കുന്നത്. മഹാപാപ പരിഹാര ദിനം, ഡേ ഓഫ് അറ്റോൺമെന്റിൽ ഒത്തിരി കാര്യം നടക്കുന്നുണ്ട്. അതിൽ ഒന്ന് മാത്രം ഞാൻ പറയട്ടെ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം വിടുതലിന്റെ ദൈവമാണ്. നമ്മുടെ ദൈവം അടയാളങ്ങളുടെ ദൈവമാണ്. ദൈവം വെറുതെ ഇരിക്കത്തില്ല, ദൈവം ചലിക്കും. കാറ്റാണോ അത് വീശും, നദിയാണോ അത് ഒഴുകും, തീയാണോ അത് ജ്വലിക്കും, ദൈവമാണോ അവൻ പ്രവർത്തിക്കും. ആമേൻ. പ്രവർത്തിക്കുന്ന ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. കഴിഞ്ഞ നോർത്ത് ഇന്ത്യൻ സീസണിൽ കഴിഞ്ഞ ആഴ്ചകൾ ഞാൻ കണ്ടു, അടഞ്ഞിരിക്കുന്ന കണ്ണുകളെ ദൈവം തുറക്കുന്നത്, വളഞ്ഞിരിക്കുന്ന ആസ്തികളെ ദൈവം നേരെയാക്കുന്നത്, മുടന്തന്മാർ നടക്കുന്നത്, എല്ലാ സന്ധ്യാ സമയങ്ങളിലും ദൈവത്തിന്റെ കൃപയാൽ താഴ്മയോടെ പറയട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൂറുകണക്കിന് ആയിരക്കണക്കിന് ദൈവത്തിന്റെ കൃപയാൽ ദൈവം ചെയ്യുന്നത് കാണുവാൻ ഇടയായി. അത് പ്രാസംഗിന്റെ സൂട്ട്കേസിൽ നിന്നല്ല വരുന്നത്, ദൈവത്തിന്റെ മഹാദയാലത്രേ തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്യുന്നത്. മഹാപാപ പരിഹാര ദിനത്തിൽ അതുപോലെ പാപക്ഷമ, ദൈവം പാപം ക്ഷമിച്ചു എന്നതിനായി വെളിപ്പെടുന്ന ഒരു അടയാളമുണ്ട്. ദൈവം പാപം ക്ഷമിച്ചു എന്ന് പറയുന്ന അടയാളമുണ്ട്. കഴിഞ്ഞ ആഴ്ചയുടെ ഓരോ മണിക്കൂറിലും സ്തോത്രം ചില തൽമൂദുകളുടെ ഭാഗങ്ങൾ, യഹൂദ പാരമ്പര്യ പുസ്തകങ്ങളുടെ ചില ഭാഗങ്ങളും പഴയ നിയമത്തിന്റെ ചില വേദഭാഗങ്ങളും തമ്മിൽ ഒത്തുനോക്കുമ്പോൾ മഹാപാപ പരിഹാര ദിനത്തിന് അഹരോൻ ഉൾപ്പെടെയുള്ളതായ മഹാപുരോഹിതന്മാർ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ 2 കാട്ടുകൊറ്റന്മാരെ നിർത്തും. ലേവ്യ പുസ്തകം 16-ാം അധ്യായം അങ്ങനെ പറയുന്നു. ഓ സ്തോത്രം, ചീട്ടിട്ട് ഒന്നിനെ ഓൺ ദ സ്പോട്ട് തന്നെ വെട്ടിക്കൊല്ലും. സ്തോത്രം. രണ്ടാമത്തേതിന്റെ കൊമ്പിൽ അതേ സ്തോത്രം രക്താംബരം, ചുവന്ന രക്താംബരം ചുറ്റും. അതിനർത്ഥം രക്താംബരം എന്ന് പറഞ്ഞാൽ അത് ഊള്, കമ്പിളി വസ്ത്രമത്രേ, കമ്പിളിയുടെ നൂലത്രേ. അതിന്റെ നിറം ചുവപ്പാണ്, മറന്നുപോകല്ല. അതിന്റെ കൊമ്പിൽ ചുവന്ന സ്തോത്രം നൂലുകളെ ഇങ്ങനെ ചുറ്റും. എന്നിട്ട് സ്തോത്രം ആ കോലാട്ടുകൊറ്റനെ പിടിച്ചു വയ്ക്കുവാനായി, ആട്ടുകൊറ്റനെ പിടിച്ചു വയ്പ്പാനായി പല ആൾക്കാർ സ്തോത്രം ചുറ്റും നിൽക്കും. പുരോഹിതൻ, മഹാപുരോഹിതൻ അതിന്റെ തലയിൽ കൈവച്ചിട്ട് മനുഷ്യന്റെ പാപങ്ങളെ, ആ ഇസ്രായേൽ സഭയുടെ മുഴുവൻ പാപങ്ങളെ, ഇസ്രായേൽ ജനത്തിന്റെ പാപത്തെ മുഴുവൻ പറഞ്ഞ് ഉരുവേറ്റും. എന്നിട്ട് ഇപ്രകാരമാണ് ചിന്തിക്കുന്നത്, ഈ ജനം സ്തോത്രം ചെയ്ത ഒരു വർഷത്തെ മുഴുവൻ പാപം മുഴുവനും ഇതാ ഈ ആട്ടുകൊറ്റൻ സ്തോത്രം ചുമന്നിരിക്കുന്നു. എന്നിട്ട് അവനെ മരുഭൂമിയിലേക്ക് അഴിച്ചുവിടും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് ഈ ഉച്ചയ്ക്ക് ശേഷം സമയത്ത് ഈ നീല ഉടുപ്പം ധരിച്ച് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് വ്യക്തമായി നിങ്ങൾ കാണുന്നത് പോലെ ആ പാപത്തെ സ്തോത്രം ഈ ആട്ടുകൊറ്റൻ ചുമന്നു ഇതാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇസ്രായേൽ ജനം കാണും. ആ ചുവന്നിരിക്കുന്നതായ രക്താംബരം അത് വെണ്മയായി തീരുകയാണ്. ചുവന്നിരിക്കുന്ന രക്താംബരം അത് വെള്ളയായി തീരുകയാണ്. മനസ്സിലായോ? ചുവന്നതായ രക്താംബരം വെള്ളയായി തീരുകയാണ്. അതിന്റെ നിറമാറ്റം വരികയാണ്. തൽമൂദുകൾ അനുസരിച്ച്, പാരമ്പര്യം അനുസരിച്ച് ദൈവം ഇസ്രായേലിന്റെ പാപത്തെ ക്ഷമിക്കുന്നത് കൊണ്ടത്രേ അതേ ചുവന്ന നിറത്തിലിരിക്കുന്ന രക്താംബരം അത് വെള്ളയായി തീരുന്നത്. അത് കണ്ടിട്ടത്രേ യെശയ്യാവ്, അത് കണ്ട യെശയ്യാവ് ഇപ്രകാരം എഴുതി, സ്തോത്രം, നിന്റെ പാപം കടും ചുവപ്പായാലും അത് ഹിമത്തോളം വെണ്മയായി തീര്. അർത്ഥം, ദൈവം പാപങ്ങളെ ക്ഷമിക്കുന്നവനത്രേ. ദൈവം പാപങ്ങളെ ക്ഷമിച്ച് ആഴക്കടലിലിട്ട് ദൈവം മറന്നു കളയുന്നവനത്രേ. സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ തെറ്റും കുറവും കുറ്റങ്ങളും വന്നാൽ അതിനെ വെള്ളപൂശല്ല. കാരണം തിരുവചനം പറയുന്നു, അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർക്ക് അങ്ങയുടെ മുൻപിൽ നിലനിൽപ്പാൻ തക്കോണം കഴിയും. പാപം ചെയ്യാത്തവർ മാത്രം ദൈവസഭയിൽ വരട്ടെ എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ഈ കസേര മുഴുവൻ ശൂന്യമായിരിക്കും. എന്നാൽ നിന്റെ പാപത്തെ, നിന്റെ കുറവുകളെ ക്ഷമിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ നിനക്കായി ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയാം.
അതുകൊണ്ട് തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അപ്പൊ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, അപ്പൊ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അത് ഏറ്റുപറഞ്ഞ് വയ്ക്കുകയല്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം നിന്റെ പാപത്തെ ക്ഷമിക്കുന്നു. അടുത്ത സെക്കൻഡിൽ കർത്താവ് ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്രാം തീയതി ഇന്ന സമയത്ത് ഞാൻ പാപം ചെയ്തെന്ന് എന്ന് പറയുമ്പോൾ പരിശുദ്ധ ദൈവം പറയും, അയ്യോ മക്കളെ, അങ്ങനെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നതേയില്ല, അങ്ങനെ ഒരു പാപം ഞാൻ ഓർക്കുന്നതേയില്ല. മനുഷ്യൻ നിന്നോട് ക്ഷമിക്കത്തില്ല, പക്ഷെ എൽ ശദ്ദായ് സർവശക്തനായ ദൈവം നിന്റെ പാപത്തെ നിന്നോട് ക്ഷമിക്കുന്നവനത്രേ. സ്തോത്രം. മോശ യാഗം നിയമിച്ചതായ ആ ദിവസങ്ങൾ തുടങ്ങി 4000 വർഷം തുടങ്ങി AD 30 വരെ സ്തോത്രം എല്ലാ വർഷങ്ങളും മഹാപാപ പരിഹാര ദിനത്തിന്, ഡേ ഓഫ് അറ്റോണിമെന്റിന്, അതായത് യോം കിപ്പോർ ദിനത്തിന് രക്താംബരം വെണ്മയാകുന്നത് ഇസ്രായേൽ സഭ മുഴുവൻ കണ്ടു. ഇനി നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല, കണ്ണും ചെവിയും തുറന്ന് കേട്ടാട്ടെ. സ്തോത്രം. AD 30 വരെ രക്താംബരം വെണ്മയാകുന്നത് ഇസ്രായേൽ സഭ വളരെ വ്യക്തമായി കാണുകയുണ്ടായി. എന്നാൽ BC 4 യേശു കർത്താവ് ജനിച്ചു. AD 30 നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം കൊല്ലപ്പെട്ടു. എന്നാൽ AD 30 മുതൽ സ്തോത്രം ഈ ആട്ടുകൊറ്റനെ പറഞ്ഞ് വിട്ട ഒരു 40 വർഷം ഉണ്ടായിരുന്നു. മറന്നുപോകല്, AD 70 യെരുശലേം ദേവാലയം തകർക്കപ്പെടുന്നത്. കല്ലിന്മേൽ ശേഷിക്കാതെ ഈ ആലയം ഉടഞ്ഞു പോകുമെന്ന്, ഈ ആലയം പൊളിയപ്പെടുമെന്ന് ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകരായ കർത്താവ് യേശു പ്രവചിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള കർത്താവ് യേശു പ്രവചിച്ചു. അവൻ ആലയത്തിന്റെ പുറത്തുള്ള ബ്യൂട്ടി അല്ല പറഞ്ഞത്, അവൻ അകത്തുള്ളതായ കച്ചവടം കണ്ടിട്ട് പറഞ്ഞു, ഈ ആലയം നിലനിൽക്കത്തില്ല, അത് പൊളിഞ്ഞു പോകും. ക്രൈസ്റ്റ് സെന്റർ, നീ മിണ്ടാതിരുന്നാലും ഞാനിന്ന് പകൽക്കാലം പറയട്ടെ, എന്റെയും നിന്റെ അകത്തെ കച്ചവടം കേറല്, പൊളിഞ്ഞു പോകും. പകരം തമ്പുരാന് വേണ്ടി ഒന്ന് നിന്ന് നോക്ക്. ആരൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ വിചാരിച്ചാലും നിന്നെയും എന്നെയും പൊളിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതേ, തുടർന്നുള്ള 40 വർഷം കൂടെ യേശുവിന്റെ ക്രൂശിലെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, യേശുവിന്റെ ഉയർപ്പിന് ശേഷം 40 വർഷം കൂടെ ആലയം നിൽക്കുകയുണ്ടായി. ആ 40 വർഷവും സ്തോത്രം എന്തോ ഉണ്ടായിരുന്നു. 40 വർഷം എന്ന് പറഞ്ഞാൽ ഒരു തലമുറ. സ്തോത്രം. ആ 40 വർഷവും ഡേ ഓഫ് അറ്റോണിമെന്റ്, യോം കിപ്പോർ പാപപരിഹാര ദിനം ഉണ്ടായിരുന്നു. അതിന്റെ തലേ വർഷങ്ങളിലും തലേ നൂറ്റാണ്ടുകളിലും സ്തോത്രം ഒക്കെ ആട്ടുകൊറ്റന്റെ കൊമ്പിൽ ചുറ്റുന്നതായ രക്താംബരം, സ്തോത്രം, അത് ചുവന്നത് വെണ്മയായി തീരുന്നത് ജനം കണ്ടു. പക്ഷേ യേശുവിന്റെ ഉയർപ്പിനും സ്തോത്രം അതേ പെന്തക്കോസ് നാളിനും ശേഷം യഹൂദൻ കണ്ടിട്ടില്ല. ഇവിടെ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ അപ്പുറത്ത് മാറിയിരുന്ന അന്യഭാഷ പറയുക, സ്തോത്രം, ആയിരങ്ങൾ ദൈവസഭയിലേക്ക് അടിച്ചു വരിക. പക്ഷേ ഇപ്പോൾ ഇതാ പഴയ യഹൂദൻ കണ്ടിട്ടില്ല. ആ ചുവപ്പായി തന്നെ ഇരിക്കുന്നു. അയ്യോ, ആ ചുവപ്പ് വെണ്മയായിട്ടില്ല. മോശയുടെ കാലത്ത്, ദാവീദിന്റെ കാലത്ത്, തുടർന്ന് ശലോമോന്റെ കാലത്ത് അത് വെണ്മയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴിതാ ആടിന്റെ സ്തോത്രം, അതെ, ആ കൊമ്പിന് ചുറ്റും ചുറ്റിയിരിക്കുന്നതായ ആ ചുവന്ന സ്തോത്രം രക്താംബരം അത് വെണ്മയായിട്ടില്ല. എന്തുകൊണ്ടാണ് വെണ്മയാകാത്തത്? സ്തോത്രം. ചില യഹൂദ റബിമാരുടെ നിലവിളികളും പ്രാർത്ഥനകളും ഇന്റർനെറ്റിന്റെ നോട്ടിൽ ഞാൻ കണ്ടു. അവർ ഇപ്രകാരം നിലവിളിച്ചു പറയുന്നു, അതിപരിശുദ്ധ സ്ഥലമേ, അതിപരിശുദ്ധ സ്ഥലമേ. അർത്ഥം, ദൈവമേ, ദൈവമേ, അങ്ങക്ക് എന്താ പറ്റിയത്? അതെ, അവർ ഇപ്രകാരം ചോദിക്കുന്നു, അതിപരിശുദ്ധ സ്ഥലമേ, അതിപരിശുദ്ധ സ്ഥലമേ. അതിനർത്ഥം അവിടെ ഇറങ്ങിക്കിടക്കുന്ന ദൈവമഹത്വമേ, അങ്ങെന്താ അപ്സെറ്റ് ആയിരിക്കുന്നത്? കർത്താവേ, അങ്ങെന്താ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നത്? അങ്ങേ എന്താണ് ഡിസ്റ്റർബ് ആക്കുന്നത്? ആ ദൈവത്തിന് ഈ പ്രകാരം പ്രബന്ധക്കുണം കഴിയും. ആ കർത്താവിന് ഇങ്ങനെ പ്രബന്ധക്കുണം കഴിയും. സ്തോത്രം. അതേ, നിന്റെ ആട്ടുകൊറ്റന്റെ രക്തത്തിലല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് AD 30 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായി ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവ് യേശു ക്രിസ്തു കൊല്ലപ്പെട്ടു. ആമേൻ. മറന്നുപോകലെ, ഏതൊരു യാഗത്തിനും പുരോഹിതനാണ് സ്തോത്ര കൽപ്പന കൊടുക്കേണ്ടത്. ഇതിനെ വെട്ടിക്കോ. പുരോഹിതനാണ് കൽപ്പന കൊടുക്കേണ്ടത്. സ്തോത്രം. ഇത് യാഗത്തിന് കൊള്ളാം. പുരോഹിതനാണ് കൽപ്പന കൊടുക്കേണ്ടതെന്ന് പുരോഹിതൻ പറഞ്ഞില്ലെങ്കിലും പുരോഹിതനും മകനും പറയാം. കാരണം എന്ത്? പൗരോഹിത്യ അഭിഷേകം തലമുറയായി സ്തോത്രം കടന്നു വരുന്നതാണ്. സക്കറിയ പുരോഹിതൻ പറഞ്ഞില്ലെങ്കിൽ എന്ത്? സ്തോത്രം. പൗരോഹിത്യ അഭിഷേകം തലമുറയായതുകൊണ്ട് സക്കറിയ പുരോഹിതന്റെ മോൻ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അവൻ തണുത്ത വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ പറഞ്ഞു, ഇത് യഹൂദന്റെ മാത്രം പാപം ചുമക്കുന്നതല്ല, യഹൂദന്റെ മാത്രം മറ്റേ കൊമ്പിൽ ചുറ്റിയതായ രക്താംബരത്തെ ചുമക്കുന്നതല്ല, സകല ലോകത്തിന്റെ പാപത്തെയും ചുമക്കുന്ന, സർവ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന, തിരുവനന്തപുരം പട്ടണത്തിൽ നിന്റെ പാപത്തെ, എന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്ക്.
ഹല്ലേലൂയ. സമാഗമന കൂടാരത്തിൽ ഒഴുകിയ രക്തത്തിന്, യാഗപീഠത്തിൽ ഒഴുകിയ രക്തത്തിന് സ്തോത്രം. അതേ ശലോമോന്റെ ആലയത്തിൽ ഒഴുകിയ ആട്ടുകൊറ്റന്റെ കാലക്കിടാങ്ങളുടെ രക്തത്തിന് അതേ പാപത്തെ മറയ്ക്കാൻ കഴിയുമെങ്കിൽ കുഞ്ഞെ, ഇന്ന് പകൽക്കാലം നീ പാപം ചെയ്തിട്ടേ ഇല്ല എന്ന് ആ പാപത്തിന്റെ അവസാനത്തെ സ്റ്റെയിൻ വരെ അത്ഭുതകരമായി നിന്നിൽ നിന്ന് അപ്രത്യക്ഷമാക്കി നിന്നെ വിശുദ്ധനാക്കുന്നതത്രേ യേശുവിന്റെ രക്തം. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രക്താംബരം പോലെയായ സ്തോത്രം എന്റെ പാപത്തെ വെണ്മയാക്കി തീർക്കുന്ന കർത്താവ്, വെണ്മയാക്കി തീർക്കുന്ന കർത്താവ്. വെളുത്തതാണ് കളറ്. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്വർഗം തുറക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു സകലതും വെണ്മയാണ്. പലതും സ്വർഗത്തിൽ വെണ്മയായിട്ടുണ്ട്, ചിലത് മാത്രം വേഗത്തിൽ പറയട്ടെ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ സിംഹാസനത്തിന് മുൻപിൽ എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം നിൽക്കുകയാണ്. വലിയൊരു പുരുഷാരം. അത് സഭയല്ല, പകരം അവർ രക്തസാക്ഷികൾ അത്രേ. സഭയല്ല, അവർ രക്തസാക്ഷികൾ. കേൾക്കണം സഹോദരി സഹോദരന്മാരെ, 2 തരത്തിൽ രക്തസാക്ഷികളുണ്ട്. ഒന്ന് ലിറ്ററലി അക്ഷരീകമായി രക്തസാക്ഷികളായി തീരുന്നവർ, മറ്റൊന്ന് ജീവിച്ച് മരിച്ച് ജീവിച്ച് മരിച്ച് ജീവിച്ച് മരിച്ച് ജീവിച്ച് മരിച്ച് ജീവിച്ച് മരിച്ച് സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷികളാകുന്ന രണ്ടാമത്തെ ഒരു കൂട്ടർ. ഇന്ന് പകൽക്കാലം നീ അങ്ങനെ ആയിരിക്കുന്നു. ലോകത്തിന് വേണ്ടാകുന്ന മറ്റുള്ളവർ സ്തോത്രം ചവിട്ടി തേച്ച് അതേ സുവിശേഷത്തിന് വേണ്ടി ഈ പട്ടണത്തിൽ ജീവിച്ച് മരിച്ച് സ്തോത്രം ജീവനുണ്ടെങ്കിൽ മരിച്ചതിന് തുല്യമായി നീ ജീവിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി സ്വർഗം പറയും, നീ ജീവിക്കുന്ന ഒരു രക്തസാക്ഷി, നീ ജീവിക്കുന്ന ഒരു രക്തസാക്ഷി. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, they are the people those who came from the great tribulation. വലിയ കഷ്ടതയിൽ നിന്ന് കയറി വന്നവരത്രേ ഈ രക്തസാക്ഷികൾ. അവരിതാ കർത്താവിന്റെ സിംഹാസനത്തിന് മുൻപാകെ സ്തോത്രം കുരുത്തോലമായി നിൽക്കുന്നു. അതെ, ഇന്നും സ്തോത്രം ഈ കാലഘട്ടത്തിലും ആയിരങ്ങൾ രക്തസാക്ഷിയായിട്ടുണ്ട്. അമേരിക്കൻ സ്തോത്രം ഐക്യനാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കടന്നു വന്ന് ഞാൻ സ്നാനപ്പെടുത്തിയ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ, ഞങ്ങളുടെ രാജ്യം പണ്ടിങ്ങനെയല്ല, അമേരിക്കൻ സിറ്റിസണാ, പുള്ളി മലയാളിയെങ്കിലും. അദ്ദേഹം പറഞ്ഞു, എല്ലാ വൈകുന്നേരവും പ്രകടനമാണ്, എല്ലാ വൈകുന്നേരവും ധരണയാണ്, എല്ലാ വൈകുന്നേരവും ആൾക്കാർ തെരുവിൽ ആയിരങ്ങൾ ഇറങ്ങുന്നു. സ്തോത്രം. ട്രംപിനെതിരെ ശബ്ദമുയർത്തുന്നു, ട്രംപിനെതിരെ ശബ്ദമുയർത്തുന്നു. സ്തോത്രം. ഏതവനൊക്കെ ഇത് കണ്ടിട്ടിരിക്കുന്നെന്ന് എനിക്ക് സ്തോത്രം എന്നത് എനിക്ക് വിഷയമല്ല. ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന നാർന്നത് രാഷ്ട്രീയമല്ല, തേജസിന്റെ സുവിശേഷം അത്രേ. സ്തോത്രം. ട്രംപിനെതിരെ ശബ്ദമുയർത്തുന്നു. ഞാൻ അങ്ങ് സ്തോത്രം അതേ അമേരിക്കയിൽ മാത്രമല്ല, ഇവിടെയും ട്രംപിനെതിരെ ശബ്ദമുയർത്തുന്ന അല്ലെങ്കിൽ നീതിക്ക് നേരെ ശബ്ദമുയർത്തുന്നവരെ നോക്കി ചോദിക്കട്ടെ, ആയിരങ്ങൾ സിറിയയിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ സിറിയയിലും ഇറാഖിലും കൊല്ലപ്പെട്ടപ്പോ നിങ്ങളുടെ ശബ്ദം എവിടെയായിരുന്നു? നിങ്ങളുടെ പ്രതിഷേധം എവിടെയായിരുന്നു? Shame on you. നീയാണോ ക്രിസ്ത്യാനി? സ്തോത്രം. അതെ, വാട്സപ്പിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സ്തോത്രം അതേ മെസ്സേജ് ആരാണ്ട് അയച്ചു തന്നിരുന്നു. ഓറഞ്ച് നിറത്തിലുള്ളതായ വസ്ത്രം ധരിച്ച് നിൽക്കുന്നതായ ഒരു കൂട്ടം. അവരോട് ഇപ്രകാരമാണ് ചോദിക്കുന്നത്, ഡു യു ബിലീവ് ഇൻ ജീസസ്? യേശുവിൽ നീ വിശ്വസിക്കുന്നു? യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ മാറ്റി നിർത്തും. യേശുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവന്റെ മതത്തിലുള്ളതായ ചില ശ്ലോകം പറഞ്ഞിട്ട് വീട്ടിൽ പോകാൻ പറയും. അവരെ രക്ഷപ്പെട്ടു. മറ്റുള്ളവനെ ഇതാ കൊണ്ടുവരികയാണ്. അവൻ മുട്ടുമടക്കി സ്തോത്രം മുട്ടുമടക്കി നിൽക്കും. മുട്ടുമടക്കി നിൽക്കുമ്പോൾ നിന്റെ ബട്ടർ കേക്കിനെ നീ വെട്ടുന്നത് പോലെ, ബ്ലാക്ക് ഫോറസ്റ്റിനെ നീ മുറിക്കുന്നത് പോലെ, കേക്കിനെ മുറിക്കുന്നത് പോലെ അവന്റെ കയ്യിലിരിക്കുന്ന വലിയൊരു വാള് ഉയർന്നു താഴും. അവന്റെ തല തെറിച്ചു പോകുക. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്. സ്തോത്രം. തിരുവനന്തപുരത്താണ് അങ്ങനെ നടക്കുന്നെങ്കിൽ, നിന്റെ സ്കൂളിൽ നടക്കുന്നെങ്കിൽ, നിന്റെ നാട്ടിൽ നടക്കുന്നെങ്കിൽ, ഈ തലമുറയിൽ എത്ര എണ്ണം പറയും, എൻ്റെ തല പോയാലും എൻ്റെ വിശ്വാസം ഞാൻ പണയം വയ്ക്കത്തില്ല? യേശു ഇല്ലാതെ 120 വർഷം ജീവിക്കുന്നതിനേക്കാൾ യേശു ഉള്ളവരായി 2 സെക്കൻഡ് ജീവിച്ച് നിത്യതയിൽ നിൽക്കുന്നെങ്കിൽ അതത്ര ഏറ്റവും വലുത്. സ്തോത്രം. അതെ, നിങ്ങൾ രക്തസാക്ഷിയായാൽ, ഞാൻ രക്തസാക്ഷിയാൽ നിലവിളിക്കല്ലേ. ബ്രദർ സുരേഷ് ബാബു എവിടെയെങ്കിലും പോയി രക്തസാക്ഷിയായാൽ കരയല്ലേ. പകരം നീ പാടണം, യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ക്രൈസ്റ്റ് സെന്റർ ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്ത് പറയട്ടെ, ഞാൻ പ്രസംഗിച്ച മെസ്സേജസ് നീ പ്രസംഗിക്കണം, ഞാൻ പ്രസംഗിച്ച ദൂതും നീ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ എവിടെ നിർത്തിയോ അവിടെ നിന്നും നീ തുടങ്ങണം. കാരണം ദൈവസഭ നിൽക്കുന്നത് ഡോളറിലല്ല, ദിനാറിലല്ല, വിശുദ്ധന്മാരുടെ കണ്ണുനീരിലും രക്തത്തിലും വിയർപ്പിലുമത്രേ ദൈവസഭ നിൽക്കുന്നത്. ഹല്ലേലൂയ.
ആ വിശുദ്ധന്മാരിതാ വെളിപ്പാട് 7:9 പറയുന്നു, അവർ വെള്ള വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നു. വെള്ള വസ്ത്രം ധരിച്ച് നിൽക്കുന്നതായ വലിയൊരു കൂട്ടം രക്തസാക്ഷികൾ, വൈറ്റ് റോബ്. രണ്ടാമതായി വെള്ള വസ്ത്രം ധരിച്ച് മറ്റൊരു കൂട്ടം നിൽക്കുന്നു. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 6 വാക്യം. അവരുടെ പേരത്ര കുഞ്ഞാടിന്റെ കാന്ത. അതായത് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ സഭ. രക്ഷിക്കപ്പെട്ടവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. Let me see your hand. രക്ഷിക്കപ്പെടുവാൻ കർത്താവ് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. LMS കോമ്പൗണ്ടിൽ ഇത് പറയാമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പല വർഷങ്ങൾക്ക് മുമ്പ് പാറശാലയ്ക്കടുത്ത് ഒരു കൺവെൻഷന് വേണ്ടി പോയപ്പോൾ വലിയൊരു പാതിരി ഇപ്രകാരം പറഞ്ഞു, എല്ലാവരിലും രക്ഷയുണ്ട്. എടോ, എല്ലാ വഴിയിലും പോയാൽ നിന്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. കത്തുന്ന നരകത്തിൽ നിന്ന് തേജസ്സിന്റെ സ്വർഗത്തിൽ പോകാൻ പല വഴിയില്ല, ഒരൊറ്റ വഴിയേ ഉള്ളൂ, യേശുവാകുന്നതായ വഴി. അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഏക നാമം നസ്രേന യേശുവിന്റെ നാമം അത്രേ. അമ്മ മറിയ നിനക്ക് വേണ്ടി മരിച്ചില്ല, അന്തോണീസ് പുണ്യവാളൻ നിനക്ക് വേണ്ടി മരിച്ചില്ല, വെട്ടുകാടും സ്തോത്രം അതേ വേളാങ്കണ്ണി നിനക്ക് വേണ്ടി മരിച്ചില്ല. എന്നാൽ കാൽവരി ക്രൂശിന്മേൽ ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന യേശു കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു. അവൻ മരിക്കുക മാത്രമല്ല, മരണത്തെ അവൻ പിടിച്ചു വയ്ക്കുന്നത് സാധ്യമായിരുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രസിഡന്റും പ്രധാനമന്ത്രി ഉയർത്തില്ല, യേശു ഉയർത്തി ജീവിക്കുന്ന. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനാണോ അവൻ രക്ഷിക്കപ്പെടും. ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം, നിന്റെ മാംസവരി നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ ദശാംശവും സ്തോത്രകാഴ്ചയും നിന്നെ രക്ഷിക്കത്തില്ല. നിന്നെ രക്ഷിക്കുവാൻ യേശുവിനെ മാത്രമേ കഴിയത്തുള്ളൂ. യേശുവിന്റെ നാമം വിളിച്ചു പറഞ്ഞാട്ടെ, നിന്റെ വസ്ത്രം വെണ്മയായി തീരട്ടെ. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്വർഗത്തിൽ വെണ്മയായി കാണുന്നതായ കാര്യം വെളിപ്പാട് 19:11 വായിക്കുമ്പോൾ, സത്യവാനും നീതിമാനുമായി വെള്ളക്കുതിരയിൽ ഒരു വനിത പുറപ്പെടുന്നു. അർത്ഥം, നിന്റെ കർത്താവ് രാജാതി രാജാവ് വെള്ളക്കുതിരയിൽ അവൻ യാത്ര പുറപ്പെടുകയാണ്. വെണ്മ വെണ്മ വെണ്മ, സ്വർഗത്തിൽ മുഴുവൻ വെണ്മയാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 19:14 ദൈവത്തിന്റെ സൈന്യം പുറപ്പെടുന്നു. ദ ആർമി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സൈന്യം. സ്തോത്രം, അതും വെണ്മയത്രേ, അതും ദൈവത്തിന്റെ സൈന്യവും വെണ്മയത്രേ. വീണ്ടും വെളിപ്പാട് പുസ്തകം 20 അധ്യായം 11 വാക്യം, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സിംഹാസനമുണ്ട്. ദ വൈറ്റ് ത്രോൺ. സ്തോത്രം, വെള്ള സിംഹാസനം. സിംഹാസനം വെണ്മയാണ്, സൈന്യം വെണ്മയാണ്. സ്തോത്രം, കർത്താവിന്റെ കുതിര വെണ്മയാണ്. അതേ, രക്തസാക്ഷികൾ ധരിച്ചിരിക്കുന്ന അങ്കി വെണ്മയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സഭയെ, സ്തോത്രം, നിനക്കും ദൈവം നൽകുവാൻ പോകുന്ന വസ്ത്രം വെണ്മയത്രേ. ലോകത്തിന്റെ അഴുക്ക് പറ്റല്ല, ലോകത്തിന്റെ കറ പറ്റല്ല, ലോകത്തിന്റെ മാലിന്യം പറ്റരുത്. അവരങ്ങനെയാണ്, മറ്റവരിങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ ആയി പോയി എന്ന് അതേ നീ പറയല്ല. നിന്റെ ജീവിതത്തെ നീ സൂക്ഷിച്ചോ. നിന്റെ നോട്ടം ശുദ്ധമായിരിക്കട്ടെ, നിന്റെ ചിന്ത ശുദ്ധമായിരിക്കട്ടെ, നിന്റെ ഫോൺ ശുദ്ധിയുള്ളതായിരിക്കട്ടെ, നിന്റെ രഹസ്യവും പരസ്യവും ശുദ്ധിയുള്ളതായിരിക്കട്ടെ. കാരണം കടന്നു വരുന്ന കർത്താവ് യേശു വിശുദ്ധനത്രേ. അവൻ പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കൊണ്ട് നിങ്ങൾ വിശുദ്ധർ ആയിരിപ്പീൻ. സങ്കീർത്തനം 50:5 പറയുന്നു, യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവൻ. മാസത്തിലൊന്ന് കമ്മ്യൂണിയൻ എടുത്തവരെ എൻ്റെ അടുക്കൽ കൂട്ടുവൻ എന്നല്ല, ഏതോ പേരുക്കട സ്നാനത്തൊട്ടിയിൽ മുങ്ങിപ്പൊങ്ങിയവരെ എൻ്റെ മുൻപിൽ കൂട്ടുവൻ എന്നല്ല, ഏതാണ്ട് അന്യഭാഷ പറഞ്ഞവരെ എൻ്റെ മുൻപിൽ കൂട്ടുവൻ എന്നല്ല. അല്ലേ അല്ല, വിശുദ്ധന്മാരെ 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 കൂട്ടുവാൻ യേശു കർത്താവ് വേഗം വരുന്നു. ജീവനുള്ളവർ കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. അവനോട് കൂടെ ഞാൻ നടക്കും, അവർ വെള്ള വസ്ത്രം ധരിക്കും. നമ്പർ 3, സർദീസിലെ ജയിക്കുന്നവന്റെ മൂന്നാമത്തെ പ്രത്യേകത വേദപുസ്തകം പറയുന്നു, ജീവപുസ്തകത്തിൽ നിന്ന് അവന്റെ പേരിനെ ഞാൻ മായ്ച്ചു കളയയില്ല. ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയയില്ല. സ്തോത്രം. ഈ പകൽക്കാലം രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ കരങ്ങൾ ഉയർത്തിയവർക്കായി സ്തോത്രം. എപ്പോഴാണോ കർത്താവേ ഞാൻ പാപി, ആ പാപബോധം നിനക്ക് തരുന്നത് യോഹന്നാൻ 16:8 അനുസരിച്ച് പരിശുദ്ധ ആത്മാവത്രേ. കർത്താവേ ഞാൻ പാപി. ആ പരിശുദ്ധാത്മ ഒരിക്കലും തന്നെ ഉയർത്തത്തില്ല. പരിശുദ്ധാത്മ ഒരിക്കലും സാത്താൻ ഉയർത്തത്തില്ല, ദുനാത്മാക്കളെ ഉയർത്തത്തില്ല, ശാപത്ത് ഉയർത്തത്തില്ല, കൃപാവരങ്ങളെ ഉയർത്തത്തില്ല, അത്ഭുത അടയാളങ്ങളെ ഉയർത്തത്തില്ല, സംഘടനകളെ ഉയർത്തത്തില്ല, ദൈവദാസന്മാരെ ഉയർത്തത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. പരിശുദ്ധാത്മ ഒരുത്തനെ മാത്രമേ ഇന്ന് പകൽ ഉയർത്തത്തുള്ളൂ. സകല നാമത്തിന് മേലായ ദൈവത്തിന്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തെ മാത്രമേ ദൈവാത്മാവ് ഉയർത്തത്തുള്ളൂ.
സഹോദരി സഹോദരന്മാർ, വേദ പുസ്തകം പറയുന്ന പരിശുദ്ധാത്മാ പറയും, സ്തോത്രം, അതെ, ഞാനല്ല നിന്നെ ശുദ്ധീകരിക്കുന്നത്, നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ വേറെ ഒരുവനുണ്ട്. And the Holy Spirit will pick you and he will show you who is your savior and sanctifier. ആരാണ് നിന്നെ രക്ഷിക്കുന്നത്, ആരാണ് നിന്നെ ശുദ്ധീകരിക്കുന്നത്? ആ യേശുവിൻ്റെ അടുക്കലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകും. അവൻ്റെ രക്തത്താൽ അവൻ നിന്നെ കഴുകും. എപ്പോഴാണ് യേശുവിൻ്റെ രക്തത്താൽ ദൈവം നിന്നെ കഴുകുന്നത്? നിന്റെ ജീവിത വസ്ത്രം, സ്തോത്രം, വെണ്മയായി തീരുന്നത് ആ സെക്കൻഡിൽ. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, കോർപ്പറേഷൻ ഓഫീസിലെ ക്ലർക്കല്ല, ദൈവത്തിൻ്റെ ദൂതന്മാർ ഒരു മനുഷ്യനും ഒരു പിശാചിനും മായ്ച്ചു കളവാൻ കഴിയാതെ നിന്റെ പേരിനെ ആ സെക്കൻഡിൽ ജീവപുസ്തകത്തിൽ എഴുതുകയാണ്. ആ സെക്കൻഡിൽ ജീവപുസ്തകത്തിൽ നിന്റെ പേര് എഴുതുകയാണ്. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, എൻ്റെ പേര് ജീവപുസ്തകത്തിൽ. പറ, എൻ്റെ പേര്, സ്തോത്രം, റേഷൻ കാർഡിലും ആധാർ കാർഡിലുമല്ല, എൻ്റെ പേര് ജീവപുസ്തകത്തിൽ. തിരുവചനം പറയുന്നു ജീവന്റെ പുസ്തകത്തിൽ. ഫിലിപ്പിയർ 4:3 ക്ലെമന്റ് തുടങ്ങിയ ജീവന്റെ, സ്തോത്രം, ക്ലെമന്റ് തുടങ്ങിയവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന് ഫിലിപ്പിയർ 4:3 പറയുന്നു. അർത്ഥം, ഓരോ വിശുദ്ധന്റെ പേരും ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. വെളിപ്പാട് 13:8 പറയുന്നു, കുഞ്ഞാടിന്റെ ജീവപുസ്തകം. കുഞ്ഞാടെന്ന് പറയുന്നവൻ കർത്താവ് യേശു അത്രേ. യേശു കർത്താവ് കുഞ്ഞാടായി, സ്തോത്രം, പാപത്തിന്റെയും ശാപത്തിന്റെയും പരിഹാരത്തിനായി പാപയാഗമായി, പരമയാഗമായ കുഞ്ഞാടിന്റെ പുസ്തകം ജീവപുസ്തകം. വേദപുസ്തകം പറയുന്ന ആ ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ നിന്റെ കാര്യം തീർന്നോ? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകവും തുറന്നു. ജീവന്റെ പുസ്തകത്തിന് ആര് പേര് എഴുതുന്നില്ലയോ, ആരുടെ പേര് എഴുതുന്നില്ലയോ, സ്തോത്രം, നിന്റെ അന്ത്യം കത്തുന്ന നരകത്തിൽ അത്രേ. പെന്തിക്കോസിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൻ പെന്തിക്കോസിലാണ്, അമ്മ പെന്തിക്കോസിലാണ്, ഒരു കാര്യമല്ല. സ്തോത്രം, അപ്പൻ്റെയും അമ്മയുടെയും കർത്താവല്ല, അവൻ നിന്റെ കർത്താവാകണം, അവൻ നിന്റെ രക്ഷകനാകണം, അവൻ നിന്റെ ദൈവമാകണം. എൻ്റെ അപ്പൻ്റെ ദൈവമല്ല, സ്തോത്രം, അപ്പൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടത്തില്ല. നീ നേരെ ചൊവ്വേ ജീവിക്കണം, നീ അവനോട് കൂടെ ബന്ധമുണ്ടായിരിക്കണം. സ്തോത്രം, കേട്ടോർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവരെ, സ്തോത്രം, കത്തുന്ന തീ പൊയ്കയിൽ തള്ളിയിടും. അവിടുത്തെ തീ കിടന്നില്ല, അവിടുത്തെ പുഴു ചാകുന്നതുമില്ല. അവിടുത്തെ തീ കിടന്നില്ല, അവിടുത്തെ പുഴു ചാകുന്നില്ല. അതിൻ്റെ പേരാണ് നരകം. നരകം, നരകം, നരകം. അയ്യോ, ന്യൂ ജനറേഷൻ പറയും, ഇതൊന്നും പറയല്ലേ കേട്ടാ, ഇതൊന്നും പറയല്ല അച്ഛാ, ഇതൊന്നും പറയല്ല. ആൾക്കാർ വരത്തില്ല കേട്ടോ, ആള് വരത്തില്ല. ആള് വരണമെങ്കിൽ ഹല്ലേലൂയ ഞാൻ പാടിടും. സ്തോത്രം, നിന്റെ കുച്ചിപ്പടിയും നിന്റെ എന്തുവാ തുമ്പിത്തുള്ളലും അല്ല, തുമ്പിത്തുള്ളലും കുച്ചിപ്പടിയും കളിക്കുന്നവനെ ചേർപ്പാനല്ല യേശു വരുന്നത്. വിശുദ്ധിയിൽ ജീവിക്കുന്നവനെ ചേർപ്പാൻ കർത്താവ് യേശു കടന്നു വരുന്നത്. സ്തോത്രം. അതെ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ഏത് സഭയാണെങ്കിലും കേട്ടോ, നിന്റെ സഭയിൽ യേശുവിൻ്റെ വരവ് എന്ന പദം നീ കേൾക്കുന്നില്ലെങ്കിൽ, നിന്റെ സഭയിൽ നിത്യത എന്ന പദം നീ കേൾക്കുന്നില്ലെങ്കിൽ, നിന്റെ സഭയിൽ നരകം എന്ന് നീ കേൾക്കുന്നില്ലെങ്കിൽ, ഓർത്തോളണം, അത് സഭയല്ല, അത് ക്ലബാണ്. ഒരിക്കൽ കൂടെ, എന്തൊരു ശാന്തത! ആഹാ, സ്തോത്രം. സ്വർഗം, യേശുവിൻ്റെ വരവ്, നിത്യത, നരകം, ന്യായവിധി എന്നീ പദങ്ങൾ നീ കേൾക്കുന്നെങ്കിൽ നീ പോകുന്നത് സൺഡേ ക്ലബിലാണ്, സ്തോത്രം, സഭയിലല്ല. അയ്യോ, ഇതൊക്കെ പറയോ അങ്ങളെ? ഇതാണ് പറയേണ്ടത്, ഇതാണ് പറയേണ്ടത്. വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇതാ പറയേണ്ടത്. കാരണം അന്ത്യകാലത്തിൻ്റെ അവസാന മണിക്കൂറിലല്ല, അന്ത്യകാലത്തിൻ്റെ അവസാന സെക്കൻഡിൻ്റെ അത്രേ ദൈവസഭയായിരിക്കുന്നത്. എത്ര ആഴ്ച ഇങ്ങനെ വന്ന് ആടിപ്പാടി കൂടി പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം അവനിതാ വന്നു കഴിഞ്ഞു, അവൻ്റെ ഓർക്കസ്ട്ര ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, അവൻ്റെ കാഹളനാദം നിങ്ങൾ കേൾക്കുന്നു. ഓ സ്തോത്രം, ഇതാ അവൻ വന്നുകൊണ്ടിരിക്കുന്ന കർത്താവ് അത്രേ. വരുന്നു എന്നല്ല, അവൻ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് ഇതാണ് ദൈവപൈതലെ നീ കേൾക്കേണ്ടത്. ഒരേ ഒരു പ്രസംഗമേ ഉള്ളൂ, ഒറ്റ പ്രസംഗം, പെട്ടെന്ന് തീർത്തോളാം. ഒറ്റ പ്രസംഗമാണ്. തിരുമനസ്സിന് കൂടുതൽ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, തിരുമനസ്സിന് കൂടുതൽ ഇരിക്കാൻ പറ്റില്ല. കാരണം തിരുമനസ്സിന് BP, ഭാര്യ പേടിയുണ്ട്, ബ്ലഡ് പ്രഷറുണ്ട്. അതുകൊണ്ട് ഒറ്റ പ്രസംഗമാണ്. പൗലോസേ, ഒറ്റ പ്രസംഗമാണ്, കുറച്ച് പ്രസംഗിച്ചോളണം എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രസംഗിയൻ പൗലോസ്. യേശു കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ച പൗലോസ്. എന്തായിരിക്കും പുള്ളി എടുത്തത്? പ്രോസ്പെരിറ്റി, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമല്ല പുള്ളി എടുത്തത്, മറ്റേ ശാപം മുറിക്കലല്ല പുള്ളി എടുത്തത്. പുള്ളി എടുത്തത് മറ്റേ അത്ഭുത, രോഗശാന്തി, ഫയർ, ടച്ച്, ഇതൊന്നും അല്ല പുള്ളി എടുത്തത്. പുള്ളി എടുത്ത്
ആ മനുഷ്യൻ ഫെസ്തോസിൻ്റെ മുമ്പിൽ ശുശ്രൂഷിക്കാൻ വരിക. വന്നിട്ട് പറഞ്ഞു, ഇന്ദ്രിയ ജയം. ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിരിക്കുന്ന കണ്ണ് പറഞ്ഞു നോക്ക്. നിന്റെ കണ്ണ് ചുവള്ളതായിരിക്കണോടാ, നിന്റെ ചിന്ത നല്ലതായിരിക്കണോടാ, നിന്റെ സ്വഭാവം നല്ലതായിരിക്കണം എന്ന് പറഞ്ഞാൽ പക്കാ വിശുദ്ധിയാ പുള്ളി പറഞ്ഞത്. ഇന്ദ്രിയ ജയം ഒന്നാമത്തെ പോയിന്റ് പിടിച്ചോ. ഇന്ദ്രിയ ജയം. നീ വിശുദ്ധിയായിരിക്കണോടാ. നീ വലിയ രാജാവെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലടോ. നിന്റെ ഭദ്രാസുരവും നിന്റെ സിംഹാസനവും കൊണ്ട് നിത്യത കയറാൻ പറ്റത്തില്ല കേട്ടാ. നീ നിത്യത കയറണല്ലേ, നീ വിശുദ്ധനായിരിക്കണം. ഇന്ദ്രിയ ജയം. രണ്ടാമത്തെ പോയിന്റ് ന്യായവിധി. അയ്യോ, ഈ തിരുമനസ്സിനെ കണ്ട് ബാക്കിയുള്ളവർ വരച്ചിട്ടുള്ളൂ കേട്ടാ. ഈ തിരുമനസ് കൽപ്പന ഇടുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഭയാട്ടാ. ഈ തിരുമനസ് ബാക്കിയുള്ളവരെ ഭയങ്കരമായിട്ട് വിറപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ ഇതാ കാറ്റ് തിരിഞ്ഞ് വീശുന്നു, തിരുമനസ് വിറയ്ക്കുക. തിരുമനസ് ന്യായവിധി കേട്ടപ്പോൾ വിറയ്ക്കുക. അതിൻ്റെ പേരാ തിരുമനസ്സുകളെ തിരുമനസ്സുകളെ വിറപ്പിക്കുന്നതിൻ്റെ പേരാ സുവിശേഷ യോഗം. ഒരിക്കൽ കൂടെ ദേശത്തുള്ള തിരുമനസ്സുകളെ പൂശുന്നതല്ല, ദേശത്തുള്ള പാപികളെ വിറപ്പിക്കുന്നതിന്റെ പേരാ സുവിശേഷ യോഗം. പഠിച്ചില്ലെങ്കിൽ പഠിച്ചോ. എന്റെ ബൈബിൾ പറയുന്നു, തേജസ്സിന്റെ സുവിശേഷം അഭിപ്രായമല്ല. സ്തോത്രം. ആലോചന പറഞ്ഞപ്പോ ന്യായവിധി പറയുകയാണ്. സ്തോത്രം. ഇന്ദ്രിയ ജയം പറയുകയാണ്. ഫെസ്തോസ് വിറച്ചിട്ടാണ് പൊക്കോ. സ്തോത്രം. നമുക്ക് പിന്നെ കാണാം, പിന്നെ നിന്നെ വിളിച്ചോളാം കേട്ടോ. പുള്ളി പേടിച്ചു പോയി. അന്ന് രാത്രി അവൻ ഉറങ്ങി കാണത്തില്ല. അന്ന് രാത്രി ഫെസ്തോസ് ഉറങ്ങിയില്ലെങ്കിൽ സ്തോത്രം പൗലൂസേ, നിന്റെ പ്രസംഗം സക്സസ് ആയി. ഇന്ന് രാത്രി ഇന്ന് വൈകുന്നേരം ഇതിനകത്തിരിക്കുന്ന ചിലതിൻ്റെ ഉറക്കം നഷ്ടപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. പാപിയേ, നിനക്ക് വേണ്ടി ചാകാത്ത പുഴുവും അണയാത്ത തീയും കാത്തിരിക്കുകയാണ്. ചാകാത്ത പുഴുവും അണയാത്ത തീയും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൽ വീഴാൻ വിശ്വാസികളും കാണും, സുവിശേഷ വേലക്കാരും കാണും. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. സുവിശേഷ വേലക്കാരൻ അന്ന് അവൻ്റെ മുമ്പിൽ നിന്ന് സ്തോത്രം, കർത്താവേ നിനക്കറിയോ ഞാൻ എത്ര കിൻഡൽ ഭൂതത്തെ പുറത്താക്കി എന്നറിയോ? എത്ര കിൻഡൽ ഭൂതത്തെ ഞാൻ പുറത്താക്കി, എത്ര കിലോ കണക്കിന് രോഗികളെ സൗഖ്യമാക്കി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. അന്ന് കർത്താവ് എൻ്റെ പാസ്പോർട്ടിൽ ഒത്തിരി വിസ കിടക്കുക. എൻ്റെ പാസ്പോർട്ട് ചുമക്കണമെങ്കിൽ INTUCയും CATയും കൂടെ ഒരുമിച്ച് വന്നാലേ അതേ ചുമക്കാൻ പറ്റത്തുള്ളൂ. അത്ര കൂടുതൽ പാസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കേട്ടാ. കർത്താവെന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ട് കേട്ടാ. കർത്താവെന്ന് വിളിക്കും. ശപിക്കപ്പെട്ടവരെ. ഉറങ്ങിയിരുന്നവരിപ്പോഴാണ് കണ്ണു പറഞ്ഞേ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ. അതിൻ്റെ വേലയാണ് സുവിശേഷ വേല. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും. തോന്നിയതുപോലെ ചെയ്യുന്നതിൻ്റെ പേരല്ല സുവിശേഷ വേല. തമ്പുരാൻ പറഞ്ഞിട്ട് അവൻ്റെ വചനപ്രകാരം ചെയ്യുന്നതിൻ്റെ പേരത്രേ സുവിശേഷ വേല. ഗ്ലോറി യേശുവിൻ്റെ നാമത്തിൽ. അങ്കിളേ, പണ്ടൊക്കെ ഇങ്ങനെ അല്ലല്ലോ പ്രസംഗിച്ച മക്കളെ. ഈ മഹത്വം കൂടുമ്പോണ്ടല്ലോ വിശുദ്ധിയുടെ ആഴം വർദ്ധിക്കുക. മഹത്വം കൂടുമ്പോ ഗ്ലോറി വിശുദ്ധിയുടെ I know the Lord is with us, the Lord is among us. ദൈവം നമ്മെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ദൈവത്തിന്റെ കൃപയാൽ ഈ അന്ധകാരത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്ര. കരങ്ങളെ അടിച്ച് വായു തുറന്ന് അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുത്തേ. സ്തോത്രം. സുവിശേഷ വേലക്കാർ ഉൾപ്പെടെയുള്ളവർ സ്തോത്രം നരകത്തിൽ വീഴും. പക്ഷെ നരകത്തിൽ വീഴാതിരിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഡോളറല്ല, ഡിഗ്രി അല്ല, പണമല്ല, എസ്റ്റേറ്റ് അല്ല, പാരമ്പര്യമല്ല, ക്രിസ്മസിന് കിട്ടുന്ന നക്ഷത്രമല്ല, കൊടുക്കുന്ന ഡൊണേഷൻ അല്ല. സ്തോത്രം. നിന്റെ ജീവിതം അത്രേ. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരിനവൻ മായ്ച്ചു കളയത്തില്ലെന്ന് അർത്ഥം. നേരെ ചൊവ്വേ ജീവിക്കാത്തവൻ്റെ പേരിനവൻ മായ്ച്ചു കളയും. നേരെ ചൊവ്വേ ജീവിച്ചാൽ തമ്പുരാൻ പറയുന്നു, സർദീസിലെ സ്തോത്രം, അതേ ചാകാറായി കിടക്കുന്നവനെ, നിനക്ക് പഴയ സന്തോഷം വേണ്ടിയോ? ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നിന്റെ പേരിനെ മായ്ച്ചു കളയത്തില്ല. എൻ്റെ നിലവിളി ഇതാണ്. ഗ്ലോറി. എൻ്റെ നിലവിളി ഇതാണ്. ഈ ഫ്രണ്ട് റോയിൽ
കുഞ്ഞുങ്ങൾ തുടങ്ങി അവസാനത്തെ റോയിലിരിക്കുന്നത് വരെ ഈ വെബ് സ്ട്രീം കാണുന്ന ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കാണുന്ന 100 കണക്കിന് കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർ വരെ ഒറ്റയെണ്ണം പോലും നഷ്ടപ്പെടല്ല, ഒറ്റയെണ്ണം പോലും നഷ്ടപ്പെടല്ല. നിത്യതയുടെ ഹൈവേയിൽ, തേജസ്സിൻ്റെ മഹത്വത്തിൽ, സ്വർണ്ണം തെരുവീതികളിൽ, കണ്ണുനീരില്ലാത്ത ദുഃഖമില്ലാത്ത ആ പാതയിലൂടെ വീണ്ടെടുപ്പിൻ്റെ ഗാനവും പാടി അതേ ദൈവകൃപയാൽ നമുക്ക് ഒരുമിച്ച് നടക്കണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവരായി അന്ന് നമുക്കും പാടണം. പേർ വിളിക്കും നേരം കാണും. എവിടെ നോക്കി പേര് വിളിക്കും? ചർച്ച രജിസ്റ്റർ നോക്കിയാ ഇല്ല. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് സ്തോത്രം, ജീവന്റെ പുസ്തകം നോക്കിയാണ് നിന്റെ പേര് വിളിക്കുന്നത്. ഒറ്റ കുഞ്ഞൻ നഷ്ടപ്പെടല്ല. നീ സ്നാനപ്പെട്ടോ സ്നാനപ്പെട്ടില്ലയോ, ഒറ്റ കുഞ്ഞ് നഷ്ടപ്പെടില്ല. നേരെ ജീവിച്ചോ, നേരെ ജീവിച്ചോ. നമ്പർ 1, കർത്താവ് നിന്റെ കൂടെ നടക്കുന്നു. 2, നിന്റെ വസ്ത്രം മലിനമാകല്ല. ലെറ്റ് ഇറ്റ് ബിക്കം വൈറ്റ് റോബ്. അത് വെള്ള നിലയെങ്കിൽ തന്നെയാകട്ടെ. 3-മതായി ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ട്. 4-മതായി തിരുവചനം പറയുന്നു 5-ാം വാക്യത്തിൽ സ്തോത്രം, പിതാവിൻ്റെയും ദൂതന്മാരുടെയും മുൻപിൽ അവൻ നിന്റെ പേര് ഏറ്റുപറയുമെന്ന്. പിതാവിൻ്റെയും ദൂതന്മാരുടെയും സ്തോത്രം മുൻപിൽ നിന്റെ പേരിനെ ഏറ്റുപറയുമെന്ന്. 4 പേരെ തൊട്ട് പെട്ടെന്ന് പറ, നമ്മുടെ പേര് പ്രസിദ്ധമാണ്. പെട്ടെന്ന് പറഞ്ഞേ, നമ്മുടെ പേര് പ്രസിദ്ധമാണ്. നമ്മുടെ പേര് പ്രസിദ്ധമാണ്. നമ്മുടെ പേര് പ്രസിദ്ധമാണ്. നമ്മുടെ പേര് പ്രസിദ്ധമാണ്. ഈ ലോകത്തിൽ പലപ്പോഴും നമ്മുടെ പേര് പറയാൻ പലർക്ക് ഇച്ഛിച്ചിയാണ് കേട്ടാ. നമ്മുടെ പേര് പറയാൻ പലർക്ക് ലജ്ജയാണ് കേട്ടാ. അവനാണ് നന്മ ചെയ്തതെന്ന് പറയാൻ പലരും ഇഷ്ടപ്പെടത്തില്ല. അവനാണ് സഹായിച്ചതെന്ന് പറയാൻ പലരും ഇഷ്ടപ്പെടത്തില്ല. അവൻ സ്തോത്രം അതേ സുഹൃത്തെന്ന് പറയാൻ ചിലർക്ക് ഇഷ്ടമല്ല. ഓ ദൈവദാസന്മാരെ പറയാൻ ഞങ്ങളെപ്പോലെ യവൻ്റെ പ്രസംഗമാണ് കോപ്പി അടിക്കുന്നത് എന്ന് പറയാൻ പലരും ഇഷ്ടപ്പെടത്തില്ല. യവൻ്റെ ശുശ്രൂഷയിലാണ് വിഷയം പ്രാപിച്ചത്, സുവിശേഷയിലേക്ക് ഇറങ്ങിയത് എന്ന് പറയാൻ പലരും ഇഷ്ടപ്പെടത്തില്ല. പലരും നമ്മളെ പേര് പറഞ്ഞിങ്ങനെ തലകുനിച്ചിരിക്കുമ്പോൾ അയ്യോ സ്തോത്രം, എനിക്ക് വേറൊരു തലമറിയാം. എല്ലാ സമയങ്ങളിലും എനിക്ക് വേണ്ടി പറവാൻ, ഫീസ് കൊടുക്കാതെ എനിക്ക് വേണ്ടി വാദിക്കുവാൻ, ഫീസ് കൊടുക്കാതെ എനിക്ക് വേണ്ടി വാദിക്കുവാൻ നല്ലൊരു അഡ്വക്കേറ്റ് സ്വർഗത്തിലുണ്ട്. യെസ്, നല്ലൊരു അഡ്വക്കേറ്റ് അവൻ എനിക്ക് വേണ്ടി വാദിക്കുകയാണ്. ഓ നിന്റെ പേര് ഈ ദിവസങ്ങളിൽ പ്രസിദ്ധമെന്ന്. ഇതിന്റെ അപ്പുറത്ത് കാണുന്നതല്ല ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലല്ല, അങ്ങ് ദൂരെ ഡൽഹി പാർലമെന്റിലല്ല, സ്വർഗത്തിൽ ദൂതന്മാരുടെയും ജീവികളുടെയും സെറാഫുകളുടെയും മൂപ്പന്മാരുടെയും അതിലുപരി പിതാവായ ദൈവത്തിന് മുൻപിൽ നിന്റെ പേരിനെ രാജാതി രാജാവായ യേശു പറഞ്ഞു വാദിക്കുന്നു. യേശു നിനക്കായി പ്രാർത്ഥിക്കുന്നു. 1 തീമോഥെയോസ് 2:5 പറയുന്നു, ഓ നമുക്ക് ഒരു മധ്യസ്ഥ അത്രയുള്ളത്, മനുഷ്യർക്കും ദൈവത്തിനും മധ്യേ ഒരു മധ്യസ്ഥൻ അത്രേ, അവന്റെ പേരത്രേ നസ്രയനായ യേശു. വേറെ വിശുദ്ധന്മാർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അമ്മ മറിയ നിനക്ക് വേണ്ടി കൊന്ത തള്ളുന്നില്ല. നിനക്ക് വേണ്ടി സ്വന്തം രക്തം വെച്ചിട്ട് നിന്റെ ശബ്ദത്തിന് വേണ്ടി നിനക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ ഒരേ ഒരുവനാണ് നസ്രയനായ യേശു. ആ യേശു എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, ദിവസങ്ങളിൽ നിന്നെ നോക്കി പറഞ്ഞത്? ശ്രദ്ധിച്ചു കേൾക്ക്. അവൻ്റെ മധ്യസ്ഥ ഇതാണ്: 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം തന്നെങ്കിൽ വെട്ടിക്കളയാ. 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം തന്നെങ്കിൽ വെട്ടിക്കളയാ. ഞാൻ ഉൾപ്പെടെയുള്ളവർ എന്നെ തട്ടിപ്പോകേണ്ടതായിരുന്നു, എന്നെ തകർന്നു പോകേണ്ടതായിരുന്നു. വാഹനങ്ങൾ എതിരെ വന്നതുമായി 120 കിലോമീറ്റർ സ്പീഡിൽ ഇടിച്ച് ഈ ശരീരം ചിന്ന ഭിന്നമായി ശവപ്പെട്ടി പോലും തുറന്നു കാണിക്കാൻ കഴിയാത്ത ക്രമത്തിൽ തകർക്കാൻ സാത്താൻ നോക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ശബ്ദം, കുഞ്ഞാടിന്റെ ശബ്ദമായി എഴുന്നേറ്റെന്ന് പറഞ്ഞ, അവൻ എന്റേതാണ്, അവൻ എന്റേതാണ്, അവൻ എന്റേതാണ്, അവൻ എന്റേതാണ്, അവൻ എന്റേതാണ്. Come on, പോരാ 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 പോരാ. ഓഹോ, the Lamb of God. Oh ha, myasholo koria ture. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അനർത്ഥങ്ങൾ കടന്നു വന്നപ്പോൾ, ദുർഭൂതങ്ങൾ കടന്നു വന്നപ്പോൾ, ഹോമകുണ്ടങ്ങളിൽ നിന്ന് പുക പൊങ്ങിയതുപോലെ, ഹോമകുണ്ടങ്ങളിൽ നിന്ന് പുകയോടൊപ്പം മന്ത്രശക്തികൾ കടന്നു വന്നപ്പോൾ, വീട്ടിനകത്തും പുറത്തുള്ള പലതിനെ എണ്ണത്തിൽ കുറയ്ക്കുവാൻ വേണ്ടി വാളോങ്ങി നിന്നപ്പോൾ, നീ പ്രാർത്ഥിച്ചു കാണും, നീ ഉപവസിച്ചു കാണും, നല്ലത്. പക്ഷേ നിന്റെ ശബ്ദം എത്തുന്നതിന് മുൻപേ വേറൊരു ശബ്ദം ഗബ്രിയേലും മിഖായേലും സ്വർഗത്തിലെ ദൈവം കേട്ടു. അവൻ എന്റേതാണ്, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ജലമാ നഗരാ ജഗാധികധരന്യാസി
വായ് തുറന്ന നന്ദി പറ, വായ് തുറന്ന നന്ദി പറ. യേശു നിനക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തെന്ന്, യേശു നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന്, യേശു നിനക്ക് വേണ്ടി പണ്ടേ പ്രാർത്ഥിച്ചെന്ന്, അവൻ ഇന്നും പ്രാർത്ഥിക്കുന്നെന്ന്, അവൻ നാളെയും പ്രാർത്ഥിക്കാൻ പോകുന്നെന്ന്. പക്ഷെ വേദ പുസ്തകം പറയുന്നത് there is a danger. മനസ്സിലാക്ക്, വളരെ കൃത്യമായി വളരെ ശക്തമായി ഞാൻ പറയട്ടെ. സ്തോത്രം. അതേ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാം സ്വർഗ്ഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടവനാണ് പൗലോസ്. അദ്ദേഹം പോലും സഭയോട് ചോദിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ, സഭ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന പല സഹോദരങ്ങൾ സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അപ്പനും അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി നന്ദിയുണ്ട്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കണം, ഈ പ്രാർത്ഥനക്കാരനെ അങ്ങ് നിയമിക്കാൻ അവരെ പ്രാർത്ഥിച്ചോട്ടെ, പ്രാർത്ഥനക്കാർ പ്രാർത്ഥിച്ചോട്ടെ, പക്ഷെ അത് സെക്കൻഡറിയാണ്. നിനക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നതുണ്ടല്ലോ, അതൊരു സെക്കൻഡറിയാണ്. അത് സ്തോത്രം അത്ര ശാശ്വതമല്ല. വല്ലവൻ്റെയും പ്രാർത്ഥന അല്ല തമ്പുരാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ പ്രാർത്ഥനാ ശബ്ദം സ്വർഗം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ചിലരുണ്ടല്ലോ ഈ പ്രാർത്ഥന കൂലിക്കാരെ ഏൽപ്പിച്ചിരിക്കുക കേട്ടോ, കൂലിക്കാരെ ഏൽപ്പിച്ചിരിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ, പക്ഷേ പ്രാർത്ഥന കൂലിക്കാരെ ഏൽപ്പിക്കുക. ഈ മാസത്തിൽ 1-ാം തീയതിക്ക് 5-ാം തീയതിക്ക് ഇടയ്ക്ക് സ്വാതന്ത്ര്യ വാങ്ങാനായിട്ട് വീട്ടിൽ കയറി വരുന്ന ഈ കൂലിക്കാരെ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കൂലിക്കാരെ കൊണ്ട് പ്രാർത്ഥിക്കുക. അവർ പ്രാർത്ഥിച്ചോളും, ദേവദാസൻ പ്രാർത്ഥിച്ചോളും. ദേവദാസന് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് മിസ് കാൾ അടിക്കും, ഞാൻ നിനക്ക് മിസ് കാൾ അടിക്കുമ്പോൾ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, നീ എനിക്ക് വേണ്ടി മിസ് കാൾ അങ്ങോട്ട് വരുമ്പോൾ പ്രാർത്ഥിച്ചോളാം. എന്നിട്ട് ദൂത് കിട്ടുമ്പോൾ നീ എനിക്ക് മിസ് കാൾ ഇങ്ങോട്ട് അയക്കണം, നീ ദൂത് കിട്ടുമ്പോൾ ഇങ്ങോട്ട് അടിക്കണം, ഉടനെ ഞാൻ നിന്നെ വിളിച്ചോളാം. ഓ കമോൺ, നിങ്ങൾക്ക് മനസ്സിലായില്ല. സ്തോത്രം. അതെ, പ്രാർത്ഥനക്കാരെ നിയമിച്ചിട്ടുണ്ട്. പ്രാർത്ഥനക്കാരെ നിയമിച്ചിട്ട് കാര്യം മകൾ വാ. സ്തോത്രം. 1-ാം സർവീസിൽ നിന്ന് പോലെ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് മുട്ടായി മേടിച്ച് തരാം. 2 മുട്ടായി. സ്തോത്രം. 5 സർവീസ് ഉണ്ടായിരുന്നു, 5 മുട്ടായി. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടാകാൻ പോവാടാ. ആമേൻ പറ. ആമേൻ. നല്ല ബേസിലാണല്ലോടാ. നല്ലൊരു ആമേൻ പറയടാ. ആമേൻ. ആമേൻ. സ്തോത്രം. ഇതാണ് പ്രാർത്ഥനക്കാരൻ എന്നിരിക്കട്ടെ. പ്രാർത്ഥനക്കാരൻ ഒരു പരിചയം കൊടുക്കണം. മക്കളെ ഒരു പരിചയടാ, ഒരു ബുക്ക് താ, ഒരു എന്തെങ്കിലും പരിപാടിയാ. സ്തോത്രം. ബൈബിളല്ല, വേറെ എന്തെങ്കിലും താ. ആ ബാഗ് താ, ആ ബാഗ് ആ കാക്കി ബാഗ്, പട്ടാള ബാഗ് തന്നെ. സ്തോത്രം. യെസ്, പട്ടാളക്കാരൻ്റെ ബാഗ്. കൊള്ളാം. ഇതാണ് പരിച. എൻ്റെ പരിച. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഞാൻ കുത്തിയിരിക്കത്തില്ല, ഞാനങ്ങ് പരിച കൊടുത്തു. ഞാനങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു, ദേവദാസനെ പ്രാർത്ഥിച്ചോളണേ. സ്തോത്രം. പ്രാർത്ഥിച്ചോളണേ. ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഞാൻ ഉഴപ്പി നടക്കും. എന്നിട്ട് ഈ പ്രാർത്ഥന, സ്തോത്രം, പ്രാർത്ഥനക്കാരൻ യവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിങ്ങനെ നടക്കുക. പക്ഷെ അപകടം ഇതാണ്, ഗോലിയാത്തിൻ്റെ തലയ്ക്ക് കല്ല് വന്നതുപോലെ നിനക്ക് നേരെ പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥനക്കാരൻ പോകും, കറക്റ്റാ നിൻ്റെ തലയും കൊണ്ട് കല്ല് പോകും. അതുകൊണ്ട് അടുത്തിരിക്കുന്ന 4 പേരെ തൊട്ട് പറ, പണം തന്നാലും പരിചയ തരത്തില്ല. പെട്ടെന്ന് പറ, പണം തന്നാലും പരിചയ തരത്തില്ല. പണം തന്നാലും കൂലിക്ക് പ്രാർത്ഥന ഞാൻ തരത്തില്ല. കൂലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആൾക്കാരെ നിയമിക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കും. ഇന്ന് സ്തോത്രം പല പുള്ളികൾ ഓരോരുത്തരെ നിയമിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണോ സനീഷാണ്, ചൊവ്വാഴ്ചയാണോ സതീഷാണ്, ബുധനാഴ്ചയാണെങ്കിൽ അനീഷാണ്, ഞായറാഴ്ചയാണോ സുരേഷാണ്. എല്ലാ ഇഷ്യും കൂടെ ഓരോ ദിവസം ഇങ്ങനെ കൊടുത്ത് ഓരോരുത്തർ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ ശബ്ദം ഉയരട്ടെ. നീ പ്രാർത്ഥിക്കണം. മറ്റേ ബ്രദറിന്റെ ശബ്ദമല്ല ഉയരുന്നത്, ബ്രദറിന്റെ ശബ്ദം, മറ്റേ ദൈവദാസന്റെ ശബ്ദം, മറ്റേ പ്രവാചകന്റെ ശബ്ദം ഉയർന്ന അത് അവന് കൊള്ളാം. നിന്റെ ശബ്ദം ഉയരട്ടെ. ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആളാണ്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് സ്തോത്രം, അത് എപ്പോഴും എന്നോട് ഒപ്പമായിരിക്കുന്ന സഹോദരങ്ങൾക്കറിയാം. ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഉള്ളത് കൊണ്ട് രാത്രിയാകട്ടെ പകലാകട്ടെ എപ്പോഴും പാട്ടാകട്ടെ പ്രസംഗമാകട്ടെ അതിങ്ങനെ കേട്ടാ, സ്തോത്രം, ആ റൂമിൽ അതിങ്ങനെ കേട്ടാ ഞാൻ ജീവിക്കുന്നത്. ആ ശബ്ദത്തിനകത്ത്, ആ ദൈവവചനത്തിനകത്ത്, ആ പാട്ടിനിടയ്ക്ക്, സ്തോത്രം, ആ ആരാധനയ്ക്കിടയ്ക്ക്. പക്ഷേ സ്വർഗത്തിൽ ദൈവം നോക്കി പറയും, മക്കളെ ആ മാക് പ്രോ, ആ നോട്ട് ബുക്ക്, ആ കമ്പ്യൂട്ടറിൻ്റെ ശബ്ദം അല്ലടാ കേൾക്കേണ്ടേ. വൈകിട്ട് തീ ഇറങ്ങണമെങ്കിൽ, ഈ ജനം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്റെ ശബ്ദമാണ്, സ്തോത്രം, അതേ സ്വർഗത്തിൽ എത്തേണ്ടത്. എബ്രായർ 3:1 അങ്ങനെ തന്നെ പറയുന്നു. He is the high priest of our confession. He is the high priest of our confession. ഒറ്റ വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തട്ടെ. നീ എന്ത് പറയുമോ അതാണ് അവൻ ചെയ്യുന്നത്. നീ എന്ത് പറയുമോ? അയ്യോ ബ്രദറെ, ഞാൻ നല്ലത് പറയാം, പക്ഷെ മറ്റുള്ളവർ കൊല്ലാത്തത് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? സാരമില്ല,
മറ്റുള്ളവർ പൊല്ലാത്ത പറഞ്ഞാൽ അത് തിരിച്ച് നീ പറഞ്ഞാൽ മതി. മറ്റുള്ളവർ ശാപം പറഞ്ഞെങ്കിൽ നീ അനുഗ്രഹം പറ. മറ്റുള്ളവർ പരാജയം പറഞ്ഞെങ്കിൽ നീ ജയം പറ. മറ്റുള്ളവർ ഞെരുക്കം പറഞ്ഞെങ്കിൽ നീ വിശാലത പറ. മറ്റുള്ളവർ നിന്റെ പള്ളി പൂട്ടുമെന്ന് പറഞ്ഞെങ്കിൽ പറ, പട്ടണത്തിൽ ഏറ്റവും വലിയ പള്ളി എൻ്റെ പള്ളിയായിരിക്കുമെന്ന് പറ, യേശുവിൻ്റെ നാമത്തിൽ. മറ്റുള്ളവർ തിന്മ പറഞ്ഞെങ്കിൽ അയ്യോ പാവം ഞാൻ എന്ന് പറഞ്ഞ് സ്തോത്രം ചുരുണ്ടിരിക്കരുത്. പകരം തിരിച്ച് നന്മ പറ. നീ എന്ത് പറയുമോ, നീ പറയുന്നതനുസരിച്ചാണ് സ്വർഗത്തിലെ കർത്താവ് നിനക്ക് വേണ്ടി വാദിക്കുന്നത്. ഉൽപ്പത്തി 35:18 വായിക്കുമ്പോൾ തിരുവചനം പറയുന്നു, ഇതാ 12ാമത്തെ ഒരു കുഞ്ഞ് യാക്കോബിന്റെ വീട്ടിൽ ജനിക്കുകയാണ്. 12ാമത്തെ ഒരു കുഞ്ഞ് സ്തോത്രം റാഹേൽ ഇതാ പ്രസവിക്കുകയാണ്. 12ാമത്തെ കുഞ്ഞ് റാഹേൽ ആരാണ്? റാഹേൽ ഒരു സ്തോത്രം, അത് യാക്കോബിന് അവളെ ഇഷ്ടമായിരുന്നു, അവൾ സുന്ദരിയായിരുന്നു, കാര്യമൊക്കെ ആയിരുന്നെങ്കിലും സ്തോത്രം അവളൊരു ദുഃഖം ചുമന്ന് നടന്ന ഒരു പെണ്ണാണ്. കാരണം എന്താണെന്നറിയോ? റാഹേലിൻ്റെ പ്രത്യേകത, തൻ്റെ സഹോദരി ലേയ ഫുട്ബോൾ ടീമിനെ ഉണ്ടാക്കുന്ന പോലെ കുറേ പിള്ളേരെ വർഷാവർഷം ഇതാ പ്രസവിക്കുക. അയ്യോ എനിക്ക് മാത്രം ഒന്നുമില്ല, എൻ്റെ ചേച്ചിക്കാണെങ്കിൽ സ്തോത്രം ഫുട്ബോൾ ടീമുണ്ട്, എനിക്ക് മാത്രം ഒന്നുമില്ല, ഞാനൊരു ദുഃഖത്തിൻ്റെ പുത്രി എന്ന് പറഞ്ഞ് സ്തോത്രം ദുഃഖിച്ച് ജീവിച്ചവളാണ് റാഹേൽ. യാക്കോബ് ആരാണ്? അനുഗ്രഹത്തിൻ്റെ സന്തതിയാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അടുത്ത തലമുറയെ അനുഗ്രഹിക്കപ്പെടണം. തമ്പുരാൻ്റെ ആഗ്രഹം ഇതാണ്, യവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയയും അനുഗ്രഹിക്കപ്പെടണം. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ അവനെക്കുറിച്ച് മാത്രമല്ല നിന്നെക്കുറിച്ച് പറയട്ടെ. നിൻ്റെ വീടിൻ്റെ എല്ലാ ഏരിയയും, നിൻ്റെ വീടിൻ്റെ എല്ലാ റൂമും, നിൻ്റെ ജീവിതത്തിൻ്റെ സകല ഏരിയയും ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടണം. അത് സന്തോഷമായിരിക്കണം. അല്ലാതെ 11 സന്തോഷമായിരുന്നിട്ട് 12ാമത്തേത് ദുഃഖിച്ചിരിക്കണം. ആ 12ാമത്തെ ദുഃഖത്തിൽ നീ ജീവിക്കണം എന്നതല്ല ദൈവത്തിന്റെ ഹിതം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായിരിക്കണം. ജീവനും സമൃദ്ധിയായ ജീവനും സ്തോത്രം നിനക്കുണ്ടായിരിക്കണം. സ്തോത്രം, അതേ എല്ലാ കാര്യം നന്നായിരിക്കുന്നു, പക്ഷേ ആ കൊച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ മാത്രം നോ, എൻ്റെ ദൈവം പറയുന്നു, അതിലും എനിക്ക് കരുതലുണ്ട്, അതിലും എനിക്ക് വിടുതലുണ്ട്. നിനക്ക് 99% നന്മയും സന്തോഷവും, 1% മാത്രം ദുഃഖമല്ല. അതിലും എനിക്ക് സ്തോത്രം, അതിലും എനിക്കൊരു പദ്ധതിയുണ്ട്. കേട്ടോർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. വേറെ ഒന്നും കേട്ടില്ലെങ്കിൽ ഇത് കേട്ടോളണം. ഇത് പ്രൊഫറ്റിക്കാണ്, ഇത് ദൂതാണ്, ഏറ്റെടുത്തോളാം. ഇത് പ്രവചന ദൂതാണ്. സാത്താൻ ആഗ്രഹിച്ചു 12ാമത്തെ ആ കൊച്ച് ഒരു ദുഃഖത്തിൻ്റെ സന്തതിയാകട്ടെ, അതിൽ അവൻ ഇരുന്ന് കരയട്ടെ, അതിൻ്റെ തലമുറകൾ സ്തോത്രം കരച്ചിലെ സന്തതിയായി അങ്ങ് സ്തോത്രം ജനിച്ചു വീഴട്ടെ, കരച്ചിലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വെളിപ്പെടട്ടെ തിരുവചനം പറയുന്നു. അതുകൊണ്ട് റാഹേൽ ആ 12ാമത്തെ ചെറുക്കനെ പ്രസവിച്ചപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ബെനോനി. അവളെ മരിച്ചു. കഷ്ടതയുടെ പുത്ര, കണ്ണുനീരിന്റെ പുത്ര എന്ന് പറഞ്ഞ് അവള് മരിച്ചു. അയ്യോ, തിരിച്ചു പറയാൻ അവളില്ല, അവള് പോയി. കഷ്ടതയുടെ പുത്രനെ, ബെനോനി, നിലവിളിയുടെ മകനെ എന്ന് പേര് വിളിച്ചിട്ട് അവൾ മരിച്ചു. പക്ഷേ യാക്കോബിന് അക്കാര്യത്തിൽ ഒരു സ്തോത്രം നന്മ തോന്നി. യാക്കോബ് ഓടി വന്നിട്ട് സ്തോത്രം ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞിട്ടോ, ഓ ബെനോനിയല്ല, അവൻ്റെ പേര് ബെഞ്ചമിൻ, കടിച്ച് കീർന്ന ചെന്നായാകുന്ന ബെഞ്ചമിൻ. സ്തോത്രം, നിലവിളി പുത്രന്മാർക്ക് എൻ്റെ വീട്ടിൽ പ്രവേശനമില്ല. ഏറ്റെടുക്ക്, നിലവിളി പുത്രിമാർക്ക് എൻ്റെ വീട്ടിൽ പ്രവേശനം ഇല്ല. നിലവിളി പുത്രന്മാർ, നിലവിളി പുത്രിമാർ എൻ്റെ വീട്ടിൽ ഇല്ല. ബെഞ്ചമിൻ, ബെഞ്ചമിൻ എന്താണ് ബെഞ്ചമിൻ എന്ന വാക്കിനർത്ഥം? ബെഞ്ചമിൻ എന്ന വാക്കിനർത്ഥം ദ സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ്. സ്തോത്രം, എൻ്റെ സ്തോത്രം, എൻ്റെ വലത് കൈയിലെ മകൻ, എൻ്റെ വലത് കൈയിലെ മകൻ, എൻ്റെ വലത് കൈയിലെ മകൻ. എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെങ്കിൽ എൻ്റെ വലത് കൈയാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെങ്കിൽ എൻ്റെ വലത് കൈയാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെങ്കിൽ എൻ്റെ വലത് കൈയാണ് പ്രവർത്തിക്കുന്നതെന്ന് എൻ്റെ വലത് കൈയിലെ മകൻ. സഭയിൽ പ്രവാചകന്മാരെ ദൈവസഭ കണ്ടിട്ടുണ്ട്, പുരോഹിതന്മാരെ കണ്ടിട്ടുണ്ട്, ന്യായാധിപന്മാരെ കണ്ടിട്ടുണ്ട്, രാജാക്കന്മാരെ കണ്ടിട്ടില്ല. പക്ഷേ ഇതാ ശമൂവേൽ തൈലക്കൊമ്പുമായി പുറപ്പെടുകയാണ്. ശമൂവേൽ തൈലക്കൊമ്പുമായി പുറപ്പെടുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഓഹോ സ്തോത്രം, അമ്മ നിലവിളിയുടെ പുത്രനെന്ന് പറഞ്ഞിട്ട് പോയ ഒരുത്തനുണ്ട്. പക്ഷെ അപ്പൻ തിരിച്ചു പറഞ്ഞു, നീ നിലവിളിയുടെ പുത്രനല്ല,
യു ആർ ദ സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ്. ഒന്നാമത്തെ രാജാവ് കീശിൻ്റെ മകനായ ശൗല് ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് പുറപ്പെടട്ടെ. ഒന്നാമത്തെ രാജാവായ ശൗല് അവൻ പുറപ്പെട്ടത് ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന്. ഒന്നാം സർവീസിന് പറയാത്ത രണ്ടാം സർവീസിൽ ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനായ പൗലൂസ് ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു. പഴയ നിയമത്തിലെ ഏറ്റവും ഒന്നാമത്തെ രാജാവ്, പുതിയ നിയമത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്രവാചകനും പുറപ്പെട്ടത് സ്തോത്രം അതേ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കേരളം കാണാത്ത, ഇന്ത്യ കാണാത്ത, ഏഷ്യൻ ചർച്ചസ് കാണാത്ത ചിലതിൻ്റെ ജനനം, ചിലതിൻ്റെ തുടക്കം യേശുവിൻ നാമത്തിൽ നിന്നിലൂടെ വെളിപ്പെടട്ടെ. വിളിച്ചു പറഞ്ഞോട്ടെ, ദ കൺഫെഷൻ ഓഫ് ഹൈ പ്രീസ്റ്റ്. ഈ ദിവസം നിന്റെ ശബ്ദമുയരട്ടെ, നന്മയുടെ ശബ്ദമുയരട്ടെ. എഴുന്നേറ്റുന്നേ വിടുതലിന്റെ ശബ്ദമുയരട്ടെ, വിശാലതയുടെ ശബ്ദമുയരട്ടെ, കൃപാവരങ്ങളുടെ ശബ്ദമുയരട്ടെ. നീ എന്ത് പറയുന്നു അത് പറഞ്ഞിട്ട് മാത്രമേ പിതാവായ ദൈവത്തിന് മുൻപിൽ യേശുവിനെ വാദിക്കുവാൻ കഴിയത്തുള്ളൂ. കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞോട്ടെ, കേട്ടവർ നന്ദി പറഞ്ഞോട്ടെ. ശക്തിയോടെ കണ്ണു തുറന്ന് കേൾക്കുക. ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. ലോകത്തിലെ ഏറ്റവും വലിയ അഡ്വക്കേറ്റിനെ നീ സുപ്രീം കോടതിയിൽ നിനക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി നിർത്തിയാലും നീ എന്ത് തെളിവ് കൊടുക്കുമോ അതനുസരിച്ച് മാത്രമേ അവർക്ക് വാദിക്കാൻ കഴിയത്തുള്ളൂ. കേട്ടവർ ആമേൻ പറ. നീ എന്ത് തെളിവ് കൊടുക്കുമോ ആ തെളിവനുസരിച്ച് മാത്രമേ അവർക്ക് വാദിപ്പാൻ കഴിയത്തുള്ളൂ. ഭൂമിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, ഭൂമിയിൽ നീ മുട്ടുമടക്കി നിന്ന് നിലവിളിക്കുമ്പോൾ നീ എന്ത് പറയുമോ അത് മാത്രമേ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുവിനെ പറവാൻ കഴിയത്തുള്ളൂ. മരണം പറയല്ല, ശാപം പറയല്ല, നിലവിളി പറയല്ല, തകർച്ച പറയല്ല. എല്ലാ ബെനോനിയും ഇന്ന് പകൽ ബെഞ്ചമിനായി തീരട്ടെ. എല്ലാ ബെനോനിയും ഇന്ന് പകൽക്കാലം ബെന്യാമീനായി തീരട്ടെ. ചില തുടക്കങ്ങൾ ഇന്ന് പകൽ സംഭവിക്കട്ടെ. ചില ഉദ്ഘാടന മഹാമകം കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഉദ്ഘാടനം സംഭവിക്കട്ടെ, ഇനാഗുറേഷൻ സംഭവിക്കട്ടെ, കാണാത്തത് സംഭവിക്കട്ടെ, നടക്കാത്തത് സംഭവിക്കട്ടെ. ദുഃഖപുത്രിമാർ പുതിയ തുടക്കങ്ങൾക്ക് കാരണമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. കമ്മ്യൂണിറ്റി കാണാത്ത, ജാതി കാണാത്ത, കുടുംബം കാണാത്ത, സഭ കാണാത്ത, ദേശാന്തരങ്ങൾ കാണാത്ത വലിയ ഉറവകൾ, ലാൻഡ് സ്ലൈഡിംഗ് പോലെ, മല ഇടിഞ്ഞു വരുന്നത് പോലെ ആർക്കും തടുക്കാൻ കഴിയാത്ത തുടക്കങ്ങൾ സംഭവിക്കട്ടെ. വായു തുറന്ന് ആരാധിച്ചാട്ടെ, വായു തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ കരങ്ങളെ അടിച്ച്, മിണ്ടാതെ നിൽക്കരുത്, കരങ്ങളെ അടിച്ച്. സഹോദരന്മാർ കരങ്ങളെ അടിച്ച് വായു തുറന്ന് അന്യഭാഷ പറഞ്ഞേ. Yes, 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 yes. മലവെള്ളപ്പാച്ചിൽ പോലെ ആരംഭിക്കട്ടെ. ശാപങ്ങൾ തകരട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ, ക്ഷുദ്രക്കെട്ടുകൾ ഉടയട്ടെ, ശത്രുവിന്റെ പദ്ധതികൾ തകർന്നു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തുടക്കങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. യെസ്, യെസ്, യെസ്. ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞത്, ഏറ്റവും ലീസ്റ്റ് എന്ന് പറഞ്ഞത്, ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞത്, ഏറ്റവും കൊടുക്കത്തെന്ന് പറയുന്നത് പുതിയൊരു തുടക്കമാകട്ടെ, പുതിയത് തുടക്കമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. തിന്മ പറഞ്ഞതെല്ലാം നന്മയാകട്ടെ, മനുഷ്യർ പറഞ്ഞ തിന്മകളെല്ലാം നന്മയാകട്ടെ, കേട്ട തിന്മകൾ മുഴുവൻ നന്മയായി തീരട്ടെ. എല്ലാ കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Come on, ആ നന്മ പറഞ്ഞ്, ആ നന്മ പറഞ്ഞ്, ആ നന്മ പറഞ്ഞ്, ആ നന്മ പറഞ്ഞ് ഈ മാർച്ച് മാസം മുഴുവൻ ആ നന്മ പറഞ്ഞ്. ബെനോനി ബെന്യാമിനാകട്ടെ, ബെനോനി ബെഞ്ചമിൻ ആകട്ടെ. In Jesus name, in Jesus name, in Jesus name. നെഗറ്റീവ് പറഞ്ഞ സമൂഹങ്ങൾ ഞെട്ടട്ടെ, നെഗറ്റീവ് പറഞ്ഞ വ്യക്തികൾ ഞെട്ടട്ടെ, നെഗറ്റീവ് പറഞ്ഞ ദുഷ്ടൻ പിശാച് പല്ലുകടിച്ച് ഉരുകിപ്പോകട്ടെ, ദുഷ്ടന്റെ ആശ നശിച്ചു പോകട്ടെ. ആരംഭം 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 ആരംഭം, പലതിന്റെ ആരംഭങ്ങൾ സംഭവിക്കട്ടെ.
കൈയടിക്കുന്ന നേരെ കൈയടിച്ചേ, നേരെ കൈയടിച്ചേ. നിങ്ങളുടെ വായി തുറക്കട്ടെ. കർത്താവേ, അങ്ങനെ തന്നെ അങ്ങയോട് കൂടെ ഈ ജനം നടക്കട്ടെ. ജീവിത വസ്ത്രം മലിനമാകാതെ വെണ്മയോടെ അടികൾ സൂക്ഷിക്കപ്പെടട്ടെ. ജീവന്റെ പുസ്തകത്തിൽ പേര് മാഞ്ഞു പോകാതെ ആഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടിയവനായ ദൈവത്തിന് മുൻപിൽ വിശുദ്ധിയിലും കൃപയിലും ഞങ്ങൾ നിൽക്കട്ടെ. അങ്ങയുടെ സന്നിധിയിൽ വിശ്വാസത്തിന്റെ വിടുതലിന്റെ ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ കൺഫസ് ചെയ്യുവാൻ, അയാളുടെ സന്നിധിയിൽ സ്തോത്രം ഏറ്റുപറച്ചിലിന്റെ നന്മയുടെ ഏറ്റുപറച്ചിലിന്റെ നാളുകളാക്കി ഈ നാളുകളെ അവിടെ നിന്ന് തീർത്ത് നടത്തുകയും പരിപാലിക്കുകയും ചെയ്യാം. ദൈവനാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചയക്കുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ എല്ലാവരും ആമേൻ പറഞ്ഞേ. ആശീർവാദം പറയുന്നതിന് മുൻപ് ഈ ദിവസങ്ങളിൽ TV ഓഫ് ചെയ്യുക, പേപ്പർ താഴെ വെക്കുക, പകരം മുട്ടുമടക്കുക, കരങ്ങളെ ഉയർത്ത്, വോളിയം കൂട്ടി ദൈവത്തിന്റെ കൃപയിൽ നീ വിളിച്ചു പറഞ്ഞാട്ടെ. സ്വർഗത്തിൽ യേശു എന്താണോ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടത്, ദൂതന്മാരുടെ മുൻപിൽ സാത്താൻ ലജ്ജിക്കേണ്ടത് വേണ്ടി യേശു എന്താണോ നിന്നെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച് പറയേണ്ടത്, മാർച്ചിലും ഏപ്രിലും മെയ്യിലും തുടർന്നുള്ള മാസങ്ങളും വർഷങ്ങളും വെളിപ്പെടേണ്ടത്, അത് വെളിപ്പെടുവാൻ മുട്ടുകൾ മടക്കി നീ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക. നിന്റെ ശബ്ദം സ്വർഗത്തിലേക്ക് ഉയരട്ടെ. സമുദ്രത്തിൽ നിന്ന് നീരാവി പൊങ്ങി മേഘമായി മഴയായി പെയ്യുന്നത് പോലെ നിന്റെ ശബ്ദം ഉയരട്ടെ. അത് നാളെയുടെ അനുഗ്രഹമായി തീരട്ടെ. ബെനോനികൾക്ക് പ്രവേശനമില്ലെന്ന് നിന്റെ ഗേറ്റിൽ തൊട്ട് പറഞ്ഞാട്ടെ. ബെനോനികൾ എല്ലാം കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബെഞ്ചമിന്മാരായി പുതിയ തുടക്കങ്ങൾക്ക് കാരണമായി ഈ നാടുകളിലെ ദൈവം നിങ്ങളെ വഴി നടത്തിയും പരിപാലിക്കുകയും ചെയ്യട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ആശീർവാദത്തോടെ നമുക്ക് മടയാം. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും എന്നും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ വിലയേറിയ സംസർഗവും കൃപയും കാവലും നമ്മെല്ലാവരോടും എന്നും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവരും ആമേൻ പറഞ്ഞേ. Come on, shout the shout of victory. ജയഭേരി ഒഴുക്കി ദൈവത്തെ സ്തുതിച്ചേ. Thank you so much for watching us. We will be here on next Sunday on the same time with the same continuation of the message. Where the Lord, wonderful Lord, bless you all. Bye bye. God be with you.